നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണുവാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കേ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ അവസാന പേജുകളിലേക്ക് അടുക്കുകയാണ്. ഇന്ന് രാത്രി പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ കണ്ണുകൾ ഉയരുന്ന രാത്രിയാകട്ടെ. പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ മനസ്സുകൊണ്ട് ആദരിക്കുന്ന അഭിഷിക്തന്മാരായ ഒരുപറ്റം ദൈവഭൃത്യന്മാരും, പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു വസ്തുത ഞാൻ ആമുഖത്തിൽ തന്നെ അടിവരയിട്ട് ഓർപ്പിക്കട്ടെ. ഒരു തലമുറ മരണം കൂടാതെ ഈ മണ്ണിൽ നിന്ന് മാറും എന്ന് ഈ ബൈബിൾ പറയുന്നു. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഒരു തലമുറ മരണം കൂടാതെ ഈ മണ്ണിൽ നിന്ന് മാറും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ തലമുറ ഏത് തലമുറയായിരിക്കും എന്ന് ചോദിച്ചാൽ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു ദൈവപൈതലിന് പറയാൻ കഴിയും, ആ തലമുറ മറ്റൊരു തലമുറയായിരിക്കയില്ല. ആ തലമുറ 2016 നവംബർ മാസത്തിൽ എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറ തന്നെ ആയിരിക്കും ആ തലമുറ. അതുപോലെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് എൻ്റെ ദൈവം കാര്യങ്ങളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന മഹാസംഭവത്തിന് തൊട്ടു മുൻപ്, ഉൽപ്രാപണത്തിന് തൊട്ടു മുൻപ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം വേർതിരിച്ച ദൈവമക്കളാണ് എൻ്റെ മുൻപിലിരുന്ന കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് പറയത്തക്ക വിധം സംഭവങ്ങൾ അതിൻ്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ കുലുക്കി ഉണർത്തപ്പെടുന്ന രാത്രിയാകണം. നാം എല്ലാവരും വിശ്വസിക്കുന്ന വചനമാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? മേഘങ്ങളിൽ എടുക്കപ്പെടും. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ആമുഖത്തിൽ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകം കത്തുന്ന ആത്മനിയോഗത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് ആത്മമണ്ഡലത്തിൽ ഈ രംഗമൊന്ന് കാണണം. മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളത് സങ്കല്പമല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണെങ്കിൽ, വിലപ്പെട്ട ദൈവഭൃത്യന്മാർ ഈ വേദിയിൽ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ആദരണീയരായ സദസ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന കാഹളത്തിന്റെ ഉരത്ത നാദത്തിൽ മുഴങ്ങുന്ന സ്വാധീന ശക്തിയുടെ പരിധിക്കകത്ത് എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ മൺകൂടാരം അതിശക്തമായ ഒരു ആത്മ പ്രോസസ്സിന് വിധേയമായി ഈ പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപറ്റം വിശുദ്ധന്മാർ ഈ മണ്ണ് വിടുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. അത് ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നത് യാഥാർത്ഥ്യമായി സംഭവിക്കാൻ തുടങ്ങുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അക്കാലാതീതതയിൽ നിന്ന് അക്കാലിത്തൊഴുത്തിലൂടെ ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, 5 അപ്പം കൊണ്ട് 5000-ങ്ങൾക്ക് പോഷണം നൽകി, നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ നമുക്ക് വേണ്ടി കൈകാലുകൾ വിരിച്ച് യാഗമായി തീർന്ന് കല്ലറയ്ക്കുള്ളിൽ കല്ലുവച്ചടച്ച് സാമ്രാജ്യ ശക്തികൾ കുഴിമാടത്തിന് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറയിച്ചുകൊണ്ട് 3-ാം നാൾ കടം വാങ്ങിയ കല്ലറ മടക്കിക്കൊടുത്ത് മരണത്തിന്മേലും പാതാളത്തിന്മേലും ജയമെടുത്ത് ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ
എന്നിട്ട് പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്ന മഹാപുരോഹിതനായി തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണയ്ക്കുന്ന നമ്മുടെ കർത്താവ് ഒലിവുമലയുടെ മലപ്പുറത്ത് നിന്ന് ഏതൊരാളത്വത്തോടെ കയറിപ്പോയോ അതേ ആളത്വത്തോടെ ഈ ആകാശമേഘങ്ങളിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കാണുക മടങ്ങി വരുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചന വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പങ്കുവയ്ക്കുവാനായി ക്ഷണിക്കുന്നു. നമുക്ക് ദൈവവചനം തുറക്കാം. ആ വേദപുസ്തകം കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? അതങ്ങനെ പിടിച്ചേ കരങ്ങളിലെ വേദപുസ്തകം ഒന്ന് പിടിച്ചേ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് തന്നത് ഓർത്ത് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചേ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം കണ്ടിട്ടുള്ള ഏത് മതഗ്രന്ഥങ്ങളെക്കാൾ അതുല്യമാണ് ദൈവത്തിന്റെ വചനമെന്ന് ശിരസ്സുന്നമിപ്പിച്ച് പറയാൻ നമ്മുടെ ഉള്ളിൽ ധൈര്യം വരുന്നതിന്റെ പ്രധാന ഘടകം ഇതിന്റെ പുറകിലെ പ്രവചന നിയോഗങ്ങളാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നും കൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കെൽപ്പുള്ള ഒരു പുസ്തകം ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി നാം ചുമന്നുകൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴിതെറ്റുകയില്ല. നിന്നെ തകർക്കാൻ മരണത്തിന് പോലും കഴിയുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം ഈ വചനത്തിൽ നിന്റെ പാതയ്ക്ക് ദീപമായി വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഈ അതുല്യമായ ദൈവത്തിന്റെ വചനം, ഈ തികവുറ്റ ദൈവത്തിന്റെ വചനം, അതിലെ ശ്രദ്ധേയമായ 2 പ്രവചന സൂക്തങ്ങൾ, പ്രവചന ഭാഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശദീകരിച്ച് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യവും വായിച്ച് സഹായിക്കാം. ദാനിയേൽ 12-ന്റെ 8 മുതൽ 10 വരെ, ലൂക്കോസ് 21-ന്റെ 25 വായിച്ചു. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. വളരെ ഗൗരവമായി ആ വേദഭാഗം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ അത് ഗ്രഹിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 25 കൂടെ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമമുണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. 25 ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുവീൻ. നമുക്ക് തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളുടെയും നാവിൽ സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ശബ്ദം ഉയരട്ടെ. എല്ലാ ഹൃദയങ്ങളിലും പ്രാർത്ഥനയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് ഇന്ന് രാത്രി ഉയരട്ടെ. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ പെരുവഴിയോരത്ത് ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് തൊടേണ്ടതിന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ശബ്ദമുയർത്തി ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ അഭിഷേകത്തിന്റെ അധികാരത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ.
ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഈ രാത്രിയിൽ, ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ചങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ജീവന്റെ അപ്പമായ ഈ തിരുവെഴുത്തുകളെ ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ മുറിച്ച് വിളമ്പി തരേണ്ടതിന് അവിടുത്തെ മുറിവേറ്റ കരം ഞങ്ങളുടെ മുൻപിൽ ഇറങ്ങി വരണമേ. ആത്മാവിന്റെ പന്തിയിൽ ഇന്ന് രാത്രി ഞങ്ങളെ ഇരുത്തണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഈ ശുശ്രൂഷകളുടെ കാർമ്മികത്വം ഏറ്റുവാങ്ങണമേ. നിന്റെ ഭൃത്യന്മാർക്കായി സ്തോത്രം, നിന്റെ ജനത്തിനായി സ്തോത്രം. തിരുമുഖത്തേക്ക് ഇന്ന് രാത്രിയിൽ ചില ദൈവപ്രവർത്തികൾക്കായി ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ കരം ഞങ്ങൾക്കായി ചലിച്ചിറങ്ങുന്ന രാത്രിയാക്കണമേ. ചില ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി അവിടുന്ന് ഉത്തരം കൊടുക്കണമേ. ചില കടുങ്കട്ടു വീണ വിഷയങ്ങളെ ഈ രാത്രിയിൽ ദൈവാത്മാവ് അഴിച്ചെടുക്കണമേ. ലിറ്ററലായി കാണത്തക്ക ചില രോഗശാന്തികളും ദൈവിക വിടുതലുകളും ഇന്ന് രാത്രിത്തെ യോഗത്തിൽ നടത്തേണ്ടതിന് നിന്റെ കരം ഉയരണമേ. പ്രാർത്ഥിച്ച് ഈ യോഗത്തെ തൃക്കരങ്ങളിൽ കൈമാറുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. വളരെ പ്രാർത്ഥനയോടും തികച്ചും ഏകാഗ്രതയോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വിശുദ്ധ തിരുവെഴുത്തിലെ 2 ശ്രദ്ധേയമായ വേദഭാഗങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇന്ന് രാത്രി വായിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും ശ്രദ്ധേയമായ 2 പ്രവചന പ്രാധാന്യം അർഹിക്കുന്ന വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിചിന്തനത്തിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് വിശദീകരിക്കാനായി താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവചനം പ്രവചന സത്യങ്ങളുടെ കാലാനുക്രമണിക, പ്രവചന സത്യങ്ങളുടെ അതിൻ്റെ അക്ഷരമാലാക്രമം നമ്മുടെ കൺമുൻപിൽ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാറൻസ് ലാർക്കിൻ എഴുതിയ ഡിസ്പെൻസേഷണൽ ട്രൂത്ത് എന്ന വിശ്വപ്രസിദ്ധമായ പ്രവചന ഗ്രന്ഥത്തിൽ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ 1845 പ്രാവശ്യം കർത്താവിന്റെ മടങ്ങിവരവിനോടനുബന്ധമായി ഭാവിയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 277 വേദഭാഗങ്ങൾ ലോകത്തിന്റെ ഭാവിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യവർഗത്തിന്റെ ഭാവി വിശദീകരിക്കുന്ന ഒരു ഭവിഷ്യ ഗ്രന്ഥം ലോകത്തിനുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. കരങ്ങളിൽ വേദപുസ്തകം ഒരിക്കൽ കൂടെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഇത്തരമൊരു ഗ്രന്ഥം ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലകളിൽ നടന്നു കഴിഞ്ഞതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നിറവേറൽ കാത്തുകിടക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളുടെ എത്ര കുഴിച്ചാലും പ്രവചനത്തിന്റെ കരുതീരാത്ത അതിവിശിഷ്ട കരിഗർഭമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇതര പ്രവചന ഗ്രന്ഥങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന്റെ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസവും യോജിപ്പും എന്തൊക്കെയാണ്? ലോകത്തിൽ എത്രയോ പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കറിയാം, 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സന്യാസിയാണ് നോംസ്ട്രാംസ്. അടുത്ത മഹായുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുന്നത്, രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുന്നത്, മധ്യപൂർവ്വ പ്രദേശം എണ്ണക്കൊഴുപ്പിൽ കുതിച്ചുയരുന്നത് ഒക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. അദ്ദേഹത്തിന്റെ കാവ്യഭാഷയിൽ എഴുതിയ പ്രവചന ഗ്രന്ഥം എൻ്റെ കൈവശമുണ്ട്. ഒരു വസ്തുത അത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത്, ഒരിടത്ത് പോലും പ്രവചന സംബന്ധമായി അവിടെ കൃത്യതയില്ല. ചിത്രീകരണ ഭാഷയിൽ, സിംബോളിക് ലാംഗ്വേജിൽ എഴുതി വച്ചിരിക്കുന്ന പലതും കൃത്യമായി ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു പ്രവചനമായിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു പ്രവചനമായിരിക്കണമെങ്കിൽ ഒന്നാമത്തെ മാനദണ്ഡം അത് നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതായിരിക്കണം. നിറവേറിക്കഴിഞ്ഞ കാര്യം ചികഞ്ഞെടുത്ത് പറയുന്നതല്ല പ്രവചനം. ആ പ്രവചനം നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചതായിരിക്കണം. പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കാൻ കഴിയണം. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ
ആ പ്രഖ്യാപനം കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ട് എന്ന മട്ടിലല്ല, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന മട്ടിലല്ല. ആ പ്രവചനം കൃത്യമായി പ്രവചിക്കുവാൻ കഴിയണം. പ്രവചനം കൃത്യമായി പ്രവചിക്കുക മാത്രമല്ല, അത് മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. ഒരു യഥാർത്ഥ സത്യപ്രവചനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡമാണ് അത് മാനുഷിക ധാരണകൾക്കും കാഴ്ചപ്പാടുകൾക്കും അതീതമായിരിക്കണം. എന്ന് പറഞ്ഞാൽ മാനുഷിക സങ്കല്പങ്ങളിൽ കുറച്ചൊക്കെ ആളുകൾക്ക് ഭാവന കണ്ട് പ്രവചിക്കാൻ കഴിയും. എന്നാൽ ബൈബിൾ പ്രവചനം അതുപോലെ പ്രവചനമല്ല. ഒരു സത്യപ്രവചനത്തിന് മാനുഷിക ധാരണകൾക്കപ്പുറത്ത് പറയാൻ കഴിയണം. സ്തോത്രം. രാജാക്കന്മാർ ജനിക്കുന്നത് എവിടെ? കൊട്ടാരത്തിൽ. എന്നാൽ മഹാരാജാവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകൻ കുറിച്ചു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രവാചക, നിനക്കത് എങ്ങനെ പറയാൻ തോന്നി? പ്രവാചകൻ പറയും, എന്നോട് ആത്മാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിറവേറേണ്ട സമയം അടുത്തപ്പോൾ ഒരു സാധുവായ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒരു വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി ചാഞ്ഞും ചരിഞ്ഞും വേച്ചും വിറച്ചും വിളതെ ആ ബേത്ലഹേമിൽ എത്തിയപ്പോൾ ജനനം നടക്കാൻ കാര്യമെന്നറിയാമോ? അരുളി ചെയ്തവൻ മനുഷ്യനല്ല, അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ കൃത്യമായി നിവർത്തിക്കാൻ ഒരു കരം അതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികളെ കല്ലെറിഞ്ഞും കഴുത്തുവെട്ടിയും കൊന്നുകൊണ്ടിരിക്കുന്ന കാലം. ഈ കുറ്റവാളി എന്ന് ആരോപിക്കുന്ന വ്യക്തിയുടെ മരണം കൈകാലുകൾ തുളയ്ക്കുന്ന മരണമായിരിക്കും എന്ന് യേശുവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ, പ്രവാചക, നിനക്കതെങ്ങനെ പറയാൻ തോന്നി? ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പ്രവചിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി പറയട്ടെ, മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായ പ്രവചനം. പ്രവാചകനോ തൽപര കക്ഷികൾക്കോ പ്രവചന നിറവേറലിൽ കൈകടത്തലോ ഭാഗഭാഗിത്വമോ ഇല്ലാത്ത പ്രവചനം ഒരു യഥാർത്ഥ പ്രവചനത്തിന്റെ വിശദീകരണമാണ്. പ്രവാചകനോ ബന്ധപ്പെട്ട ആളുകൾക്കോ ഈ പ്രവചന നിറവേറൽ കൈകടത്തലോ ഭാഗഭാഗിത്വമോ ഉണ്ടാകരുത്. മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായി പ്രവാചകനോ തൽപര കക്ഷികൾക്കോ കൈകടത്തലോ ഭാഗഭാഗിത്വമോ ഇല്ലാത്ത നിറവേറേണ്ട വിഷയം നിറവേറാൻ സമയമടുത്തു കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും കൃത്യമായി നിറവേറത്തക്ക വിധത്തിലുള്ള ഒരു പ്രവചന വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശു അല്ലാതെ ഒരുത്തനുമില്ലെന്ന് വിളിച്ചു പറയാൻ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി അടിവരയിട്ട് പറയുന്നു. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദു ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശു. ഒരു പ്രവചനം വിശദാംശങ്ങൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് പ്രവചനത്തിന്റെ യഥാർത്ഥ കാൽക്കുലേഷൻ. ഒരു പ്രവചനത്തിന്റെ വിശദാംശം കൂട്ടി നോക്ക്, ആ പ്രവചനത്തിന്റെ സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരും. സ്തോത്രം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രവചനം പറയാൻ പോകുകയാ. എന്താ പ്രവചനം എന്നറിയാമോ? കൊട്ടാരക്കരയിൽ നാളെ ഭൂകമ്പമുണ്ടാകും. നടക്കുമോ? രണ്ട് സാധ്യതയുണ്ട്, നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു പ്രവചനത്തിനും രണ്ടിലൊന്ന് സാധ്യതയുണ്ട്. ഏതൊക്കെ സാധ്യതയാ? ഒന്നുകിൽ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. ഞാന് ആ പ്രവചനത്തിന്റെ വിശദാംശം വർദ്ധിപ്പിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ആ പ്രവചനത്തിന്റെ വിശദാംശം ഞാൻ കൂട്ടുന്നു. നാളെ രാവിലെ 5 മണിക്ക് കൊട്ടാരക്കരയിൽ ഭൂകമ്പം ഉണ്ടാകും. നാളെ ഭൂകമ്പം ഉണ്ടാകും എന്ന് പ്രവചിച്ചാൽ അതിന് രണ്ടിലൊന്ന് സാധ്യത, നടക്കാനും നടക്കാതിരിക്കാനും സാധ്യത. രാവിലെ 5 മണി എന്ന വിശദാംശം വർദ്ധിപ്പിക്കുമ്പോൾ അതിനും രണ്ടിലൊന്ന് സാധ്യത. ഞാൻ വീണ്ടും വിശദാംശം കൂട്ടുന്നിരിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് കൊട്ടാരക്കരയിൽ ഭൂകമ്പത്തോടുകൂടി കൊടുങ്കാറ്റും ഉണ്ടാകും. അതിനും രണ്ടിലൊന്ന് സാധ്യത. അപ്പോൾ ഭൂകമ്പത്തിന് രണ്ടിലൊന്ന് സാധ്യത, 5 മണിക്ക് രണ്ടിലൊന്ന് സാധ്യത, ഭൂകമ്പത്തോടൊപ്പമുള്ള കൊടുങ്കാറ്റിന് രണ്ടിലൊന്ന് സാധ്യത. അപ്പോൾ വിശദാംശം കൂട്ടുന്നതനുസരിച്ച് സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഗതസമനയിലെ ശീതള ഛായയിൽ വെച്ച് ദുഷ്ടശിഷ്യനായ യൂദയുടെ ആലിംഗന വിഷം ഏറ്റുവാങ്ങുന്നത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് പ്രാണനെ വിടുന്നത് വരെ എന്റെ നാഥനെ കുറിച്ച് എഴുതിയിരുന്ന 25-ലധികം പ്രവചനങ്ങൾ
24 മണിക്കൂർ കൊണ്ട് ഇത്രയും വിശദാംശങ്ങൾ ഉണ്ടായിരുന്നിട്ടും വള്ളി പുള്ളി വിസർഗം മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, യേശുവിന് തുല്യൻ അവൻ മാത്രം. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്. ആ സ്ത്രീ കേവലം സ്ത്രീയല്ല, ഒരു കന്യകയായിരിക്കുമെന്ന്. ആ കന്യക കേവലം കന്യകയല്ല, അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവനായിരിക്കുമെന്ന്. ആ ജനനവേളയിൽ കൂട്ട ശിശുവധം നടക്കുമെന്ന്. ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്. അവിടെ ചേക്കേറി കഴിയുമ്പോൾ ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്. തിരിച്ചു വന്ന നസ്രത്ത് എന്ന കുഗ്രാമത്തിൽ ഈ കുടുംബം പാർക്കുമെന്ന്. നസ്രത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസ്രായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്. അവൻ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേൽക്കാൻ ഇറങ്ങിച്ചെല്ലുമെന്ന്. അവനെ സ്നാനമേൽപ്പിക്കുവാൻ യോഹന്നാൻ എന്ന ഒരാൾ അവന് മുന്നോടിയായി ഇറങ്ങി വരുമെന്ന്. അവനെ സ്നാനമേൽപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവ് രൂപത്തിൽ അവന് മേൽ അധിവസിച്ചിറങ്ങുമെന്ന്. അവൻ 3.5 വർഷക്കാലം അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിക്കുമെന്ന്. 33.5 തിരുവയസ്സെങ്കിൽ 25 വെള്ളിക്കാശിനല്ല, 45 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടി വരുമെന്ന്. ഒറ്റിക്കൊടുത്തത് ശത്രുവല്ല, ഒറ്റിക്കൊടുത്തത് ഒരു മിത്രം, അവന്റെ സ്നേഹിതൻ, അവന്റെ ശിഷ്യൻ തന്നെ ആയിരിക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. അവന്റെ കുടൽ തെറിച്ച് നടുവെ പിളർന്നു പോകേണ്ടി വരുമെന്ന്. യേശുവിനെ കഴുത്ത് വെട്ടിയോ കല്ലെറിഞ്ഞോ അല്ല, കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധയുപകരണത്തിൽ തൂക്കേണ്ടി വരുമെന്ന്. അവന്റെ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്ന്. അവന്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്. അവന്റെ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥി ഒടിച്ചതുപോലെ യേശുവിന്റെ അസ്ഥി ഒടിയേണ്ടി വരികയില്ലെന്ന്. അവന്റെ മരണം കൊടും കള്ളന്മാരുടെ നടുവിലാണെങ്കിലും അവന്റെ ശവമടക്ക് ഒരു ധനവാന്റെ കല്ലറയിൽ നടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്ത് നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് കല്ലറയെ ഭേദിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന് എഴുതി വെച്ച പ്രവചനം മാറ്റമില്ലാതെ ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഏകമായാൽ വിളിച്ചു പറഞ്ഞു, മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. യേശുവിനെ മടങ്ങി വരുന്ന സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമായി സംഭവിക്കും. ലോക സംഭവങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പ്രവചന വസ്തുതകൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം എന്റെ പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായമുള്ള ഒരു ഗ്രന്ഥമാണ്. ഓരോ അധ്യായങ്ങളിലും പ്രവചന സംബന്ധമായ വസ്തുതകൾ നിരത്തി വച്ചിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ പ്രവാസ ചരിത്ര വർണ്ണനയാണ് നൽകിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ ചതുർവിധ ലോഹനിർമ്മിതമായ ബിംബത്തിന്റെ ദർശനമാണ്. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടുമുള്ള ഒരു മിശ്ര ബിംബത്തിന്റെ കാൽപാദത്തിലേക്ക് പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്നും പാറി ഇറങ്ങി വരുന്ന ഒരു കല്ലിന്റെ ഊക്കോടുകൂടി ആഘാതത്താൽ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുകയും ബിംബത്തെ അടിച്ച കല്ല് ഒരു വലിയ പർവ്വതമായി മാറുകയും ചെയ്യുന്ന ദർശനമാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം ആ കല്ല് ആരാണെന്ന്. ജനനം മുതൽ മടങ്ങിവരവ് വരെ മനുഷ്യകരം തൊടാത്ത ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, രാത്രി നാം പ്രസംഗിക്കുന്ന നസ്രായൻ. നിത്യതയുടെ കല്ലായി അവൻ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഈ ലോക രാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കാൻ. ആ കല്ലടിച്ചത് നെറ്റിക്കിട്ടല്ല, ആ കല്ലടിച്ചത് നെഞ്ചത്തിട്ടല്ല, ആ കല്ലടിച്ചത് സാമ്രാജ്യ ബിംബത്തിന്റെ ഉദരത്തിനിട്ടല്ല, ആ കല്ലടിച്ചത് തുടകൾക്കിട്ടല്ല, ആ കല്ലടിച്ചത് കളിമൺ പാദത്തിനിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഉന്നത നിലവാരമുള്ള ലോഹങ്ങളായ സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും ഒക്കെ ഇരുന്ന് ഭരിച്ചു മുടിച്ച ഏകാധിപതികൾ ഭരിച്ച കസേരയിൽ
ഒരു കാലത്ത് ജനങ്ങൾ നിലത്തിട്ട് ചവിട്ടുന്ന സാധാരണക്കാരന്റെ പ്രതിനിധീകരിക്കുന്ന കളിമണ്ണ് കസേരയിൽ കയറി ഭരണം നടത്തുന്ന, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യം, ലോക ഭരണത്തിന്റെ അകിലും പിടിയും കരങ്ങളിലെടുക്കുന്ന ഒരു കാലം വരുമെന്നും ആ ജനാധിപത്യം ശവക്കുഴി തോണ്ടേണ്ട സമയമെടുക്കുമ്പോൾ ജനാധിപത്യത്തിന് നടുവിൽ ദൈവാധിപത്യം സ്ഥാപിപ്പാൻ നസ്രായൻ ഇറങ്ങി വരുമെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നു, കല്ല് വരാൻ നേരമായി, സമയം അതിന്റെ അന്ത്യഘട്ടത്തേക്ക് അടുക്കുകയാണ്. സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ വൃക്ഷദർശനവും 4-ാം അധ്യായത്തിൽ സ്വർണ്ണ ബിംബത്തിന്റെ വിശദീകരണവുമുണ്ട്. 5-ാം അധ്യായത്തിൽ മെനെ തെക്കേരു ഫാർസി എന്ന ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിലെ കയ്യെഴുത്താണ്. 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായത്തിൽ കടലലകൾ, തിരമാലകൾ ഹിംസ്രഭാവത്തോടെ അലറി ഉയരുന്നതിനിടയിൽ നിന്ന് 4 വന്യമൃഗങ്ങൾ ഭീകരമായി കയറി വരുന്ന രംഗമാണ്. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ, കോലാട്ടുകൊറ്റൻ, ഈ 2 ജീവികളുടെ രംഗപ്രവേശനമാണ്. യുഗത്തിന്റെ അന്ത്യത്തിൽ രംഗത്ത് വരുവാൻ തുടങ്ങുന്ന എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പരയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെ മധ്യപൂർവ്വ പ്രദേശത്ത് നടക്കും എന്നും, എതിർ ക്രിസ്തുവിനെ വംശാവലി ഒരുക്കുവാൻ അയാൾ ജന്മം കൊള്ളുന്ന നാഷണാലിറ്റി എന്തായിരിക്കുമെന്നും ഉള്ള വ്യക്തമായ വിശദീകരണം 8-ാം അധ്യായം നൽകുന്നുണ്ട്. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ 70 വീക്സ് 70 ആഴ്ചവട്ടങ്ങളുടെ കണക്ക് നൽകിക്കൊണ്ട് 10-ാം അധ്യായത്തിൽ അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാർ പടവാളെടുത്ത് പാർസി പ്രഭുവിനെ വെട്ടിമാറ്റി ദാനിയേലിന്റെ പ്രാർത്ഥനാ മേഖലയിൽ ഇറങ്ങി വരുന്ന ദർശനമാണ്. ഇടയ്ക്കൊരു വസ്തുത വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. അവരെത്ര പ്രബലരാണെങ്കിലും അവരുടെ അധികാര സ്ഥാനങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മറുപടി എത്തിക്കാൻ കഴിവുള്ള ഒരുവന്റെ കരം ഇന്ന് രാത്രിയും നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കാൻ എന്റെ നാഥൻ ഇറങ്ങി വരുന്ന ദർശനമാണ് 10-ാം അധ്യായം. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 12-ാം അധ്യായം തൃത്വത്തിൽ രണ്ടാമനായ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്ന് പറയുകയാണ്, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. എന്നാൽ ഈ പ്രവചന ഗ്രന്ഥത്തെ കുറിച്ചുള്ള ശ്രദ്ധേയമായൊരു പരാമർശനം അവിടെ ദൈവാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്, അന്ത്യകാലമെടുക്കുമ്പോൾ ഈ പുസ്തകം പലരും ശോധന കഴിക്കും, തങ്ങളെ തന്നെ അവർ നിർമ്മലീകരിക്കും, എന്നാൽ ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. അടുത്ത പ്രയോഗമാണ് ഇന്ന് രാത്രി എന്റെ ശ്രോതാക്കൾ അടിവരയിട്ട് ഗ്രഹിക്കേണ്ടത്. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയുമില്ല. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ദുഷ്ടന്മാരിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ കൃപയാൽ കണ്ണ് തുറക്കപ്പെട്ട ഒരുപറ്റം ദൈവമക്കളെ ദൈവം ഇന്ന് രാത്രിയിൽ കൊട്ടാരക്കരയിൽ കൂട്ടിവരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം പ്രാധാന്യം നൽകേണ്ടതിന് പ്രാധാന്യം നൽകാതെ, പ്രാധാന്യം നൽകരുതാത്തതിന് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ, അതിന് നടുവിൽ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് തങ്ങളെ തന്നെ ശോധന കഴിക്കേണ്ടതിന് പ്രവചന ഭാഗങ്ങളെ ആഴത്തിൽ ഗ്രഹിക്കുന്ന ഒരുവറ്റം ബുദ്ധിമാന്മാർ, അവർ ഈ കാര്യം തിരിച്ചറിയുമ്പോൾ ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളുടെ കണ്ണ് തുറക്കുന്ന രാത്രിയായി രാത്രി തീരണം. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് കേവലം 2 സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകുവാനല്ല. സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നീങ്ങുന്നത് കൊണ്ട് ആത്മാവിൽ ഉണരുന്ന രാത്രിയായി രാത്രി തീരണം. കൊണ്ടു നടന്ന് തടിവലി പിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ചൊരു കൊലക്കൊമ്പൻ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് അത് വലിച്ച് ചവിട്ടി കീറി കൊലവിളി നടത്തുന്നത് പോലെ നാം കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണ് മനുഷ്യ സമുദായത്തിനെതിരെ കൊലവിളി നടത്തുന്ന ദുരന്ത ദിവസങ്ങൾ വരാൻ തുടങ്ങുകയാണ്. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക. ഞാൻ എന്റെ കർത്താവിനെ നേരിട്ട് കാണുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. അത് അകത്തിടപ്പോടെ കാണുന്ന ദൈവമക്കളുടെ കണ്ണുയർത്തി കാണുന്ന രാത്രിയാകണം. നിങ്ങളുടെ അധരങ്ങളിൽ ആരാധന ഇന്ന് രാത്രി ഉയരണം. ഞാൻ ഓർക്കുകയാണ്, ജി കുഞ്ഞികൃഷ്ണൻ നായർ
എന്നറിയപ്പെടുന്ന ഒരു മലയാളം എഴുത്തുകാരന്റെ അലക്സാണ്ടർ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ദിഗ്വിജയിയായ അലക്സാണ്ടർ ചക്രവർത്തി യെരുശലേം ആക്രമിക്കുവാൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈജിപ്തിലേക്ക് കടന്നു പോകേണ്ടതിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിൽ വന്ന് സൈന്യ സമേതനായി തമ്പടിച്ച് കിടന്ന രാത്രിയെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് ഒരു ക്രിസ്തീയ ഗ്രന്ഥത്തിന്റെ കൊട്ടേഷൻ അല്ല, ഒരു അക്രൈസ്തവന്റെ ഹിസ്റ്ററിയിൽ നിന്നാണ് കൊട്ടേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. അത് ഞാൻ അതുപോലെ എന്ന് എടുത്തുദ്ധരിക്കുകയാണ്. അന്ന് രാത്രിയിൽ വിശ്വപ്രസിദ്ധമായ യെരുശലേം ദൈവാലയത്തിലെ മഹാപുരോഹിതനായ യാദുവ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ കൈതൊടാത്ത ഒരു കോലാട്ടുകൊറ്റൻ നദീതീരത്തേക്ക് വന്ന് 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റനോട് ആഞ്ഞടിക്കുമെന്നും ആ കോലാട്ടുകൊറ്റൻ നിന്റെ മൂക്കിന്റെ കീഴിൽ എത്തിക്കഴിഞ്ഞു, പക്ഷേ നാളെ രാവിലെ വെള്ളിച്ചെണ്ടകൾ അടിച്ച് പാട്ടുപാടി പുരോഹിതന്മാരെ സംഘമായി കൊണ്ടുപോയി അദ്ദേഹത്തെ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ കൈവശമുണ്ടെന്ന് അയാളെ ബോധ്യപ്പെടുത്തിയാൽ അയാൾ ആക്രമിക്കാതെ വിട്ടുമാറും എന്ന് ഒരു വെളിപ്പാടുണ്ടായി. ഇദ്ദേഹം യാദുവ മഹാപുരോഹിതൻ രാത്രിയിൽ എഴുന്നേറ്റു. പുരോഹിത സംഘത്തെയൊക്കെ സജ്ജമാക്കി. അക്ര, മോറിയ, ബെദേസ, സിയോൻ, ഗിൽബോവ, സെയീർ, ഈ മലമടക്കുകളുള്ള യെരുശലേമിലെ ദേവാലയ കുന്നിന്റെ തൊട്ടുമുകളിൽ നിന്നും ഒരുപറ്റം പുരോഹിതന്മാരുമായി വെള്ളിച്ചെണ്ടകളോടെ പാട്ടുപാടിക്കൊണ്ട് അദ്ദേഹം വർണ്ണഞ്ചിത വസ്ത്രമായ പൗരോഹിത്യ വേഷമണിഞ്ഞ് നേരെ അവിടെ നിന്നും കിദ്രോൻ തോട് കുറുകെ മുറിച്ച് താഴെയുള്ള ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിലേക്ക് ഇറങ്ങി വരികയാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹം ഇറങ്ങി വരുമ്പോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധമായ കുതിരപ്പുറത്ത് കയറി സൈന്യത്തെ അഭിമുഖീകരിക്കാൻ സജ്ജമായി കൊണ്ടിരിക്കുന്ന സമയം അലക്സാണ്ടറിന് ബോധ്യപ്പെട്ടു, ആ വരുന്നത് സൈന്യമല്ല, ആ വരുന്നത് ഒരു ഗായക സംഘമാണെന്ന്. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ഇരിക്കും അളവിൽ ഈ ഗായക സംഘം നേരെ വന്ന അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുൻപിൽ നിൽക്കുന്നത് മഹാപുരോഹിതനാണ്. യഹൂദ മര്യാദ പ്രകാരം അദ്ദേഹത്തിന്റെ തലയിൽ ധരിച്ചിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധം എന്ന ഒരു സ്വർണ്ണ പതക്കം ഉൾപ്പെടെയുള്ള മുടിയും വേഷവിധാനങ്ങളുമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ കുതിരപ്പുറത്തുനിന്ന് ചാടി നിലത്തിറങ്ങി മുട്ടുകുത്തി ഇദ്ദേഹത്തെ നമസ്കരിച്ചു. സൈന്യാധിപന്മാർ ചോദിച്ചു, അങ്ങ് എന്തായി കാണിച്ചേ? എന്തിനാ ഈ മനുഷ്യന്റെ മുൻപിൽ അങ്ങ് നമസ്കരിച്ചത്? ലോകത്തിൽ ആരുടെയും മുൻപിൽ ഇന്ന് വരെ മുട്ടുമടക്കാത്ത ദിഗ്വിജയിയായ അങ്ങ് എന്തിനീ മനുഷ്യനെ നമസ്കരിച്ചു? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി സൈന്യാധിപന്മാരോട് പറഞ്ഞ മറുപടി കേൾക്കണോ? ലിസിമാസ്കസ്, കിസാൻഡ്രസ്, സെലൂക്കസ്, ടോളമി എന്നീ സൈന്യാധിപന്മാർ ഉള്ള ആ സംഘത്തിൽ താൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഇദ്ദേഹത്തെയല്ല നമസ്കരിച്ചത്, ഇദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധമെന്നൊരു മേലെഴുത്തിന്റെ പുറകിലൊരു ദേവനുണ്ട്, ആ ദേവനെയാണ് ഞാൻ നമസ്കരിച്ചത്. സ്തോത്രം. അപ്പോൾ വിനയാന്വിതനായി യാദുവ പറഞ്ഞു, അങ്ങയുടെ ഭാവി അങ്ങയുടെ അപ്പനുണ്ടാകും മുൻപ്, അങ്ങയുടെ അപ്പൂപ്പനും വല്യപ്പനും ഉണ്ടാകും മുൻപ് കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ അപ്പനും വല്യപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം അങ്ങ് ഉഗാണ്ടയിലുണ്ടെന്ന് പറഞ്ഞാൽ തറവാട് വിറ്റാന്നേലും വേണ്ടുകയില്ല. അവിടെ പോയി അതൊന്ന് കാണാൻ ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എടാ, വല്ല കാക്കാത്തിമാരും വന്ന് സ്തോത്രം രാജപ്പിറവിയാണ് എന്ന് വല്ലതും പറഞ്ഞാൽ ഉടനെ ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ചെറഞ്ഞിറഞ്ഞ് നിൽക്കുന്ന നിപ്പ് കേട്ടാൽ ബാക്കിയുടെ കേട്ടാൽ കൊള്ളാമെന്നല്ലേ പലരുടെയും ഭാവം. അങ്ങനാണെങ്കിൽ ഈ പാർട്ടി ഇങ്ങനൊരു പുസ്തകമുണ്ടെന്ന് കേട്ടാൽ മഹാരാജാവിന് എന്തായിരിക്കും തോന്നുന്നത്? അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ആ വലിയ കർത്താവിന്റെ ആലയത്തിന്റെ മുൻപില് അങ്ങോട്ട് ഇരുത്തിയിട്ട് അകത്തോട്ട് ചെന്ന് ആ പേടകം തുറന്ന് ദാനിയേൽ പ്രവാചകന്റെ ചുരുളെടുത്തുകൊണ്ട് വന്ന് അലക്സാണ്ടർ ചക്രവർത്തിയെ തുറന്നൊന്ന് വായിച്ചു കേൾപ്പിച്ചു. നടന്നത് കേൾക്കണോ? വായിച്ചു കേട്ടപ്പോൾ പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ ഒരു കോലാട്ടുകൊറ്റൻ ചരിത്രത്തിൽ ഉദയം ചെയ്യും. അത് 2 കൊമ്പുള്ള മേദ്യപാർസ്യൻ സൈന്യത്തിന്റെ അധിപതിയോട് ഏറ്റുമുട്ടും. അതൊരു നദീതീരത്ത് വെച്ചായിരിക്കും എന്നൊക്കെയുള്ള വിശദീകരണം കേട്ടപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി വീണ്ടും താൻ നമസ്കരിച്ചു പോൽ. അദ്ദേഹം പറഞ്ഞു, സിറിയയിലെ അർബല്ലയിൽ വെച്ച് നടന്ന ഗാനിക്കസ് നദീതീരത്തിലെ യുദ്ധത്തിൽ
മേദ്യപാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ ദാരിയൂസിനെ കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് നെഞ്ചിൽ ചവിട്ടി വിജയം ആഘോഷിച്ച ഞാൻ ചെയ്ത പ്രവൃത്തി എന്റെ അപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ് എഴുതി വെച്ച ഈ പുസ്തകം സാധാരണ പുസ്തകമല്ല, ചരിത്രം അറിയുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നമസ്കരിച്ചത്. ആ കരങ്ങളിൽ ആ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നാണയത്തിന്റെ വിലയില്ലായ്മകളുടെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി കൊണ്ട് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അപ്രത്യക്ഷമാകത്തക്ക വിധത്തിൽ ഇന്ത്യയുടെ ഭരണചക്രത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതി അടിമുടി മറിയുമ്പോൾ പലരും ആശങ്കാകുലരാണെങ്കിലും വലം കൈമേലോ നെറ്റിമേലോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും വഹിയാതെയുമാകുന്നു എന്ന് ഒരു ഡിജിറ്റൽ സംവിധാനം ഉണ്ടാകുമെന്ന് എഴുതി വെച്ച യോഹന്നാൻ കണ്ട കറുത്ത കാലം ഇഞ്ഞടുത്ത് വരുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുതി വെച്ച വചനം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു. സംഭവം ആ വഴിക്കങ്ങോട്ട് നീങ്ങുകയാണ്. സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കണേ. അലക്സാണ്ടർ ചക്രവർത്തി വിനയാന്വിതനായി ചോദിച്ചു, എന്റെ ഭാവിയെ കുറിച്ച് വല്ലതും അതിനകത്തുണ്ടോ? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയോട് യാദുവ പറഞ്ഞു, അങ്ങയുടെ ഭാവിയെ കുറിച്ചുണ്ട്. അങ്ങയുടെ ബലത്തിന്റെ ഉച്ചസ്ഥായിയിൽ യൗവനത്തോടടുത്ത സന്ദർഭങ്ങളിൽ തന്നെ അങ്ങയ്ക്ക് മരണം സംഭവിക്കും. ആ മരണം അസ്വാഭാവിക മരണമായിരിക്കും. അടുത്തത്, അങ്ങയുടെ ഭരണത്തിന് അങ്ങ് ഉദ്ദേശിക്കുന്ന പിന്തുടർച്ചക്കാർ വരികയില്ല. അങ്ങയുടെ ഭരണം അങ്ങയുടെ രക്തബന്ധങ്ങളുടെ കൈകളിൽ കിട്ടാതെ അന്യരുടെ കൈകളിൽ അമരും. അത് 4 അധികാരസ്ഥന്മാരിലേക്ക് വകതിരിഞ്ഞു പോകും. എന്തായിരുന്നു വിശദീകരണം? 11-ാം അധ്യായം കൊണ്ട് വായിച്ചു കേൾപ്പിച്ചു. അവൻ വാണിരുന്നത് പോലെയല്ല അവന്റെ ഭരണം, അവന്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്കല്ല, അത് ആകാശത്തിലെ 4 കാറ്റുകൾക്ക് നേരെ വിഭജിച്ച് അന്യർക്ക് അധീനമാകും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അലക്സാണ്ടർ ചക്രവർത്തി മരിപ്പാൻ കിടക്കുന്ന സമയം വിഷം കൊടുത്തതാണെന്നും കഠിന ജ്വരബാധയായിരുന്നുവെന്നും 2 ധാരണകളുണ്ട്. എന്തായാലും ആകട്ടെ, അദ്ദേഹത്തിന്റെ ഭരണത്തിന് 4 പിന്തുടർച്ചക്കാരുണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന്റെ ഒരു ലീഗലായ മകൻ, 2 അദ്ദേഹത്തിന്റെ ഒരു ഇല്ലീഗലായ പുത്രൻ, 3 അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ, 4 അദ്ദേഹത്തിന്റെ ഒരു അർത്ഥ സഹോദരൻ. എന്നാൽ ലിസിമാക്കസ്, കിസാണ്ടർ, സെലൂക്കസ്, ടോളമി, ഈ 4 സൈന്യാധിപന്മാർ അദ്ദേഹത്തിന്റെ മരണം നടന്ന രാത്രിയിൽ അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ ഇല്ലീഗലായ പുത്രനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനെയും വധിച്ചിട്ട് രാജ്യം 4ആയി വിഭജിച്ചെടുത്തപ്പോൾ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമുള്ളതല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് തെളിഞ്ഞെങ്കിൽ ഇന്നലകളുടെ വസ്തുതകളെ അടിവരയിട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇതിൽ നിന്ന് ലോകത്തിന്റെ ഭാവി അണുവിട മാറില്ല. ഇത് ഗ്രഹിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? അത്രമാത്രം പ്രാധാന്യമുള്ള ദൈവത്തിന്റെ വചനം. ഇതുമായി ഇന്ന് രാത്രിയിൽ യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കൃപ പകർന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എത്ര ദൈവമക്കളുടെ അധരം ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് ചലിക്കും? എത്ര ദൈവമക്കളുടെ നാവുകൾ രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ ചലിക്കും? ആരും മൗനമായിരുന്നാലും ആരൊക്കെ മിണ്ടാതിരുന്നാലും ഞാൻ ഇന്ന് രാത്രി തുള്ളിച്ചാടി എന്റെ കർത്താവിനെ ആരാധിക്കുമെന്ന് പറയാൻ അകം കത്തണമെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ ദൂത് ഉള്ളറകളിലൊക്കെ കയറുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രാത്രിയാണ്. ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. സ്വർഗം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രയോഗം ശ്രദ്ധിക്കണം. പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയുമില്ല. നാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല. എന്നാൽ കാലങ്ങളെ വിവേചിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ വിവേചിക്കും. സമയം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. യേശുവിന്റെ മടങ്ങിവരവ് അത് പ്രത്യാശ നിറഞ്ഞ ദൈവമക്കളുടെ പ്രതീക്ഷയാണ്. വിശുദ്ധ ബൈബിളിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു വിഷയം രണ്ടാമതില്ല. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബഥാനിക്കും ബത്ഫാഗയ്ക്കും ഇടയിൽ നിന്നൊരു കഴുതമേൽ കരേറി യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. യെരൂശലേം ദൈവാലയത്തിൽ
അശുദ്ധമായ കച്ചവടങ്ങൾ കണ്ടപ്പോൾ അവൻ കയ്യിൽ ചാട്ടുമാറെടുത്തു, പ്രതികരിക്കാൻ തയ്യാറായി. പക്ഷേ അധികാരികൾ യേശുവിനെ പുറത്താക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടെ നമ്മുടെ കർത്താവ് യെരൂശലേമിനോട് വിട പറയുകയാണ്. അവൻ യെരൂശലേമിനോട് യാത്ര പറഞ്ഞ്, യെരൂശലേമേ യെരൂശലേമേ, കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവ് ദേവാലയ കുന്നിന്റെ മറുവശത്ത് ഉയർന്നു നിൽക്കുന്ന ഇത്രയും ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സങ്കല്പമല്ല കേട്ടോ, ഭാവനയല്ല, കർത്താവിന്റെ പരിശുദ്ധ പാദം തൊട്ടാൽ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറാനുള്ള ഭാഗ്യകാലം ഓർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവ് മലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് അങ്ങോട്ട് നടന്നു നീങ്ങുകയാണ്. ആ യാത്രയിൽ അസ്തമന സൂര്യന്റെ കിരണങ്ങളാൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ദൈവാലയത്തിന്റെ ശില്പഭംഗിയിലേക്ക് കണ്ണുടക്കിക്കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നോക്ക് എത്ര സുന്ദരം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരുന്നു. പുറത്തെ ഭംഗിയല്ല കർത്താവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. അകത്ത് വിശുദ്ധി തകർന്നാൽ അടിത്തറ തകർക്കുന്ന ഒരു കരമാണ് നമ്മുടെ പുറകിൽ ഇന്ന് രാത്രി ഉയർന്നിൽക്കുന്നത്, മറക്കരുത്. ഗുരുവും ഗുരുനാഥനുമായവനെ പിൻപറ്റുമ്പോഴും നാഥൻ വെറുക്കുന്ന പല പള്ളിക്കൊതികളുമാണ് ഉള്ളിൽ തിരികിയിരിക്കുന്നതെങ്കിൽ ഉള്ളിലെ മോഹക്കോട്ടകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ വിധിയുടെ തീയിറങ്ങും മുൻപ് അത് മുഴുവനെടുത്ത് പുറത്തു കളയുക. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, യേശു മാത്രമായിരിക്കട്ടെ കൃപ ലഭിച്ച ദൈവമക്കളുടെ ആരാധനാ കേന്ദ്രം. ശിഷ്യന്മാരും കർത്താവും ഒരുമിച്ച് ഒലിവ് മലയുടെ മുകൾ പരപ്പിലെത്തിക്കഴിഞ്ഞു. ഉദ്യോഗഭരിതരായ ശിഷ്യന്മാർ കർത്താവിനോട് തന്റെ വരവിനെ കുറിച്ച് ചോദിക്കുകയാണ്. നീ പറഞ്ഞില്ലേ യുഗത്തിന്റെ സന്ധ്യ, നീ പറഞ്ഞില്ലേ നിന്റെ പുനരാഗമനം, അതെപ്പോഴാ സംഭവിക്കുന്നത്? വസ്തുതകളെ പ്രവചനവുമായി ചേർത്തിണക്കി നമ്മുടെ കർത്താവ് വസ്തുതകൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവീൻ. ഇന്ന് രാത്രി തല കുനിച്ചിരിക്കേണ്ടവരല്ല എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾ. ഇന്ന് രാത്രി തല കുമ്പിട്ടിരിക്കേണ്ടവരല്ല കൃപ ലഭിച്ച ദൈവമക്കൾ. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും തല ഉയർത്തി നോക്കണം. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരും അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുന്നു. അത്രയും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ കൺമുൻപിലെ കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ മുഴുവൻ ഗതിയും മാറിക്കഴിഞ്ഞു. മാർട്ടിൻ ലൂഥർ എന്ന നവീകരണ വീരന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞ വിശ്വപ്രസിദ്ധരായ വേദവ്യാഖ്യാതാക്കൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്നത്. കെ ഇ എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത പല പ്രവചന വസ്തുതകളും നേരിൽ കാണാൻ ദൈവം കൃപയാൽ ഭാഗ്യം തന്നവരാണ് എന്റെ മുൻപിൽ ആരാധിക്കുന്ന ദൈവമക്കൾ. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ എന്റെ കർത്താവ് മടങ്ങി വരും. അത് യാഥാർത്ഥ്യമായ വിഷയമാണ്. അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം, അവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം. ഇന്ന് രാത്രി അകം കത്തുന്ന ദൈവമക്കളുടെ മുഖഭാവം കണ്ടാൽ അറിയാം. നമുക്കറിയാമല്ലോ, ബോഡി ലാംഗ്വേജ് പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കർത്തൃദാസന്മാർ ഹോമനറ്റിക്സ് പഠിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു വിശദ പഠനമുണ്ട്. സ്തോത്രം. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിപ്രധാനമാണ്. നിങ്ങളുടെ കൈ രണ്ടും കൂടെ പിണച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഞങ്ങളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ കൈ കൊണ്ട് ചെവിയുടെ പുറകിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പറയുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ പിടിക്കുന്നത് തുടങ്ങിയാൽ പറയുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ചൂണ്ടുവിരൽ കടിക്കാൻ തുടങ്ങിയാൽ ഒരു സന്ദേശം പറയുന്നുണ്ട്. നിങ്ങൾ തല ഇങ്ങനെ അറിയാതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയുന്നൊരു സന്ദേശമുണ്ട്. കാലിന്റെ പുറത്ത് കാല് കയറ്റി വെച്ച് മുൻകാലിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന ഒരാലോചനയുണ്ട്, സന്ദേശമുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പുറകിൽ ഓരോരോ ബോഡി ലാംഗ്വേജിന്റെ സന്ദേശമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാച്ചേ നോക്കിയാൽ നിർത്താറായില്ലയോ ഉപദേശി എന്നാ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിയുമ്പോഴറിയാം അകത്തിരിപ്പ് എന്താണെന്ന്.
ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വരാറായി എന്ന് കേൾക്കുമ്പോൾ കൂനിക്കുത്തി മൗനമായി നാരായം വിഴുങ്ങിയതുപോലെ, ദൈവത്തിന് സ്തോത്രം, ചുക്ക് കഷായം കുടിച്ച പോലെ, ഒലക്ക വിഴുങ്ങിയ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ നിന്റെ അകത്ത് ഇതിനെക്കുറിച്ച് പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ ചില ദൈവമക്കളുടെ മുഖത്തോട്ട് നോക്കിയാൽ അവരുടെ അകം കത്തുകയാണ്. കാരണം എന്നറിയാമോ? അവരുടെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന കർത്താവിന്റെ വരവ് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ അടുത്തു വരുന്ന അകത്ത് ബോധ്യമുള്ള ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടെ ചലിക്കും. മറ്റൊരു കാലഘട്ടത്തേക്കാൾ ഈ കാലഘട്ടത്തിൽ എന്റെ കർത്താവിനെ മടങ്ങി വരും അടുക്കൽ വാതുക്കൽ തന്നെ. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ വ്യത്യസ്ത യുഗങ്ങളായി ബൈബിൾ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം. ഏദൻ പറുദീസയിൽ ആദ്യ മാതാപിതാക്കൾ ആക്കി വയ്ക്കപ്പെട്ടത് മുതൽ അവർ പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം നിഷ്കൽമഷ യുഗം. രണ്ടാമത്തെ മനസാക്ഷി യുഗം. ഏതിൽ അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗം. അടുത്തത് മാനുഷിക ഭരണയുഗം. നോഹയ്യ കാലത്തെ പ്രളയം മുതൽ ബാബേൽ ഗോപുരം നിർമ്മാണം വരെയുള്ള കാലഘട്ടം മാനുഷിക ഭരണയുഗം. അടുത്തത് വാഗ്ദത്ത യുഗം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗം. അടുത്തത് ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഒന്നാമത്തെ മല സീനായ് മല, അടുത്ത മല കാൽവറി മല. സിനായ് മലയിൽ മേഘം അന്ധതമസ് കൂരിട്ട് വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഇറങ്ങി വന്ന സീനായ് കൊടുമുടിക്കും എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്തെന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ച എന്റെ നാഥന്റെ ബലിമരണം നടന്ന ഗോൽഗോഥ മലയ്ക്കുമിടയിൽ 1.5 സഹസ്രാബ്ദം ചരിത്രത്തിൽ ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. അടുത്ത യുഗമാണ് കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ ആത്മയുഗം. ഈ ആത്മയുഗം രണ്ട് പുനരുത്ഥാനങ്ങളുടെ നടുവിൽ അക്ഷരാർത്ഥത്തിൽ രണ്ട് കല്ലറകളുടെ തലത്തിനിടയിൽ സ്ഥിതി ചെയ്യുകയാണ്. ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ ആണെങ്കിൽ കൃപായുഗം രണ്ട് കല്ലറകളുടെ തലത്തിനിടയിലാണ്. ഒന്നാമത്തെ കല്ലറ ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ കല്ലറയെ ഭേദിച്ചുയർന്ന ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഏക കല്ലറയായ നമ്മുടെ കർത്താവിന്റെ കല്ലറ. സ്തോത്രം. അടുത്ത കല്ലറ എന്ന് പറഞ്ഞാൽ എന്റെ മുൻപിൽ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അങ്ങനെയുള്ള ഉയർപ്പിനായി തുറക്കപ്പെടാൻ തുടങ്ങുന്ന കല്ലറ. ഇത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ കർത്താവ് മടങ്ങി വരും. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി അകത്ത് തീജ്വാല പോലെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറ, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. എന്റെ യേശുവിനെ നേരിട്ട് കാണാൻ ഞാൻ വേർതിരിക്കപ്പെട്ട ദൈവമൈതലാണ്. എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഗ്ലോറി, ഹല്ലേലൂയ. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ ഞാൻ ഈ രാത്രി പറയട്ടെ, യുഗം അതിന്റെ ഒടുവിലത്തെ സമയത്തേക്ക് അടുക്കുകയാണ്. നിങ്ങൾ ഈ രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് വേണ്ടി കാലഘട്ടങ്ങൾ ഇതുപോലെ ഒരുക്കപ്പെട്ട 50 വർഷത്തിന് അടുത്തു മാത്രമുള്ള ഒരു കാലഘട്ടം. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ കാലഘട്ടം അതിവേഗം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പൊളിറ്റിക്കൽ മേഖലയെ, രാഷ്ട്രീയ മേഖലയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാം. അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവീൻ. ദൈവമക്കൾ ശ്രദ്ധിക്കണേ. അത്തി മുതലായ, അത്തി യഹൂദന്റെ രാഷ്ട്രീയ കൊടിയടയാളമാണ്. മുതലായ എന്ന് പറഞ്ഞാൽ ഈ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങാത്തോട് പോലെയുള്ള ഈ ഭൂമിയിലെ സകല ജനതകളുടെ ഇടയിലെയും രാഷ്ട്രീയ മുന്നേറ്റമാണ്. കോളനി വാഴ്ചകളുടെ കാലങ്ങൾക്ക് തിരശീല വീണിട്ട് നമ്മുടെ കൺമുൻപിലെ പ്രത്യേക ദശാസന്ധിയിൽ
ലോകത്തിന്റെ പ്രത്യേക സമയത്ത് എല്ലാവർക്കും തങ്ങളുടെ ദേശീയ ബോധം ഉയർന്നിട്ട് എത്ര നാളായി എന്ന് എന്റെ മുൻപിലിരിക്കുന്ന ശ്രോതാക്കൾ ഒന്ന് ഉറക്ക ചിന്തിക്കണം. ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കുവാൻ തുടങ്ങുകയാണ്. ആ ലിസ്റ്റ് കേട്ടിട്ട് നിങ്ങൾ ഈ കാലത്തെ ഒന്ന് വിവേചിച്ച് സ്തോത്രം ചെയ്യാനായിട്ടിടയാകണം. ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രാപിച്ച വർഷത്തെക്കുറിച്ച് ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ വായിക്കാം. 1948 ഇന്ത്യ സ്വതന്ത്രമായി, 1945 ഇന്തോനേഷ്യ സ്വതന്ത്രമായി, 46 ഫിലിപ്പൈൻസ് സ്വതന്ത്രമായി, 47 പാകിസ്ഥാൻ സ്വതന്ത്രമായി, 48 ബർമ സ്വതന്ത്രമായി, 48 സിലോൺ സ്വതന്ത്രമായി, 1950 വിയറ്റ്നാം സ്വതന്ത്രമായി, 1956 സുഡാൻ സ്വതന്ത്രമായി, 1957 ഗാന സ്വതന്ത്രമായി, 1957 മലയ സ്വതന്ത്രമായി, 1960 നൈജീരിയ സ്വതന്ത്രമായി, 1961 സൈപ്രസ് സ്വതന്ത്രമായി, 1962 ഗ്രീൻലൻഡ് സ്വതന്ത്രമായി, 1962 ഉഗാണ്ട സ്വതന്ത്രമായി, 1963 കെനിയ സ്വതന്ത്രമായി, 1949 ചൈന റിപ്പബ്ലിക്കായി. എന്താണ് ഞാൻ ഈ വായിച്ചതറിയാമോ? ദൈവത്തിന് സ്തോത്രം. ലോക ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക സമയം, ലോകത്തിൽ വ്യാപകമായി കോളനി വാഴ്ചകൾക്കും അടിമത്തങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ലോകത്തിലെ 5 വൻകരകളിലും ദേശീയ ബോധം ഉദിച്ചു. അതോടുകൂടെ ഓരോ രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. ഇത് കാണുന്ന ദൈവമക്കൾ കണ്ണടച്ചിരിക്കേണ്ടവരല്ല. അത്തി മുതലായ സകല വൃക്ഷങ്ങളും ഒരു കാലത്ത് ഹിമകാല സമയത്ത് കമ്പിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞ് ചൂല് പോലെ നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ പുതിയ വേനൽ അടുക്കുമ്പോൾ, ഇളം വെയിൽ അടുക്കുമ്പോൾ അതിനകത്ത് തളിർ പൊട്ടി ഉയരുന്നത് പോലെ ഒരിക്കൽ അസ്തമിച്ചു പോയ ജാതീയ രാജ്യങ്ങളിൽ തളിർപ്പുയരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊള്ളണം. ആ കാലഘട്ടത്തിന് തിരശീല വീഴും മുൻപ് ഞാൻ അടുക്കൽ വാതുക്കലാണെന്ന് എന്റെ യേശു അരുളി ചെയ്തെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഒന്ന് സംഭവിക്കും. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ്. ഞാൻ ഓർക്കുകയാണ് 1900 നമ്മുടെ ഈ കാലഘട്ടങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നമ്മുടെ കാലഘട്ടങ്ങളിൽ നിഖ്യാവിശ്വാസ പ്രമാണം, സ്തോത്രം, അതിന്റെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിട്ട് ഇല്ലെങ്കിലും നമ്മളൊക്കെ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൽ എപ്പിസ്കോപ്പൽ സമുദായത്തിന്റെ പശ്ചാത്തലത്തിൽ നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ വിശദീകരണങ്ങൾ ശരിക്കും പഠിച്ച ഒരു തലമുറയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സ്ഥാപിച്ചങ്ങോട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഒന്നാമതായി പിതാവിനെ കുറിച്ച് പറയുക, രണ്ടാമത് പുത്രനെ കുറിച്ച് പറയുക, മൂന്നാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയെ കുറിച്ച് പറയുക. 325 AD 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുന്യയിൽ വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണ രൂപീകരണത്തിൽ തൃത്വം സ്ഥാപിപ്പാനുള്ള അധ്വാനമായിരുന്നു നടന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച ഒരു സമൂഹത്തിന് മുൻപിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ദർബാർ ഹാളിൽ കൂടി 66 ദിവസത്തെ തർക്കങ്ങളിൽ നിന്നാണ് നിഖ്യാ വിശ്വാസ പ്രമാണം ഉരുത്തിരിഞ്ഞത്. ആ പ്രത്യേക സമയത്ത് പുത്രനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന ഭാഗം അറിയാൻ വയ്യാത്ത ഒരൊറ്റ സുറിയാനി ക്രിസ്ത്യാനി ഇതിനകത്തില്ല. എവിടെയാണ് പുത്രനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വ സൃഷ്ടിക്ക് മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകൾ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയാൻ വിളിക്കപ്പെട്ടവരാണ് വേർപെട്ട ദൈവമക്കൾ. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, ഈ രാത്രി എന്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കാത്തിരിക്കുകയാണ്. എന്റെ നാഥനെ കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നുണ്ട് എന്ന അകത്തുടിപ്പുള്ള കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇടത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും വലത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും അകത്തുടിപ്പോടെ ആത്മാവിൽ വിളിച്ചു പറയണം, എന്റെ നാഥന്റെ മടങ്ങിവരെ അടുക്കൽ വാതുക്കൽ തന്നെ എന്റെ ദൈവത്തിന്റെ കരം ഇതിന് പുറകിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് ഇത്രമാത്രം പ്രാധാന്യമുള്ള വിഷയം. 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 318 വട്ടം ആവർത്തിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. 31,173 വാക്യങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആയിരക്കണക്കിന് പ്രാവശ്യം അലങ്കാര രൂപേണ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഒരു വേള യേശുവിന്റെ മടങ്ങി വരവ് ചരിത്രത്തിൽ നടന്നില്ലെന്നിരിക്കട്ടെ,
എന്തായിരിക്കും സംഭവിക്കുക? ഒരു വേള യേശുവിന്റെ മടങ്ങിവരവ് ചരിത്രത്തിൽ നടന്നില്ലെങ്കിൽ ഒന്നാമത് സംഭവിക്കുന്നത് ഞാൻ പറയാം. യേശു ക്രിസ്തുവിനോളം ഭോഷ്ക് പറയുന്ന ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്റെ നാഥൻ ഇന്ന് വരെ ഭോഷ്ക് പറഞ്ഞിട്ടില്ല. അവൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. അവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണ്. അവൻ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, നീയോ അതെ യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. ആ വായിന്ന് പുറത്തോട്ട് വന്നത് ആശ്ചര്യമായി നടന്നില്ലേ? സ്തോത്രം. ആകാശത്തോളം ഉയരുന്ന കപ്പർന്നഹൂമേ, നീ പാതാളത്തോളം താണു പോകും. കർത്താവ് പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാം, 19-ാം നൂറ്റാണ്ടിൽ ഉത്ഖനനം നടത്തിയ ആളുകൾ കപ്പർന്നഹൂം പട്ടണം ഭൂമിക്കടിയിലേക്ക് താണുപോയതും അതിൽ നിന്ന് ഉത്ഖനനത്തിൽ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തപ്പോൾ യേശുവിന്റെ വാക്കുകൾ കൃത്യമായി നിവർത്തിക്കപ്പെട്ടില്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾക്കോ അധിക നാൾ കഴിയും മുൻപേ ആത്മാവിനാൽ സ്നാനം ലഭിക്കും. സെഹിയോൻ മാളികമുറിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്ന തന്റെ ശിഷ്യന്മാരുടെ പഞ്ചേന്ദ്രിയങ്ങൾ തിരിച്ചറിയത്തക്ക വിധം കൊടിയ മുഴക്കത്തോടെ ആത്മവ്യാപാരം അവിടെ പറന്നിറങ്ങിയത് യാഥാർത്ഥ്യമായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് പറഞ്ഞതെല്ലാം ഇന്നലകളിൽ സംഭവിച്ചെങ്കിൽ അവന്റെ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ എന്റെ നാഥൻ ഭോഷ്ക് പറയില്ല. അവൻ കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, അവന്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമായി സംഭവിക്കും. ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നേരെ കല്ലറയെ ഭേദിച്ച് ഉയർത്ത രംഗം. ഈ പ്രവചന വിഷയങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാത്ത ഒരു കത്തൽ അകത്ത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം, അവരുടെ സ്തോത്രം കേട്ടാൽ അറിയാം. പ്രവചന വിഷയം വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാത്ത ഒരു കത്തൽ അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്. ആ കത്തൽ അനുഭവിക്കുന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ കാഹളത്തിന്റെ നാദത്തിങ്കൽ ഉയരാൻ ദൈവം മുൻകണ്ട വ്യക്തിയാണ് ഇവിടെ ആരാധിക്കുന്ന നീ എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കല്ലറയ്ക്കൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയം, ആ പ്രത്യേക ഘട്ടത്തിൽ മറിയ അവനെ കണ്ട രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ രംഗമൊക്കെ മനസ്സിലാക്കാതെ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 പേർ പോകുന്നത് നിങ്ങൾ കണ്ടോ? 2 പേരും തർക്കിച്ചാ പോകുന്നത്. ഞങ്ങളുടെ പടകും ഞങ്ങളുടെ തുഴയും ഞങ്ങളുടെ വലയും ഒക്കെ ഞങ്ങൾ വിട്ട് ഞങ്ങൾ നസറായനെ പിൻപറ്റി. ഞങ്ങളുടെ പ്രതീക്ഷകൾ ആകെ തകർന്നിരിക്കുന്നു. യേശുവിനെ ശത്രുക്കൾ കൊന്നു ക്രൂശിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളുടെ സഹോദരിമാർ ചിലർ കല്ലറയ്ക്കലെത്തി. അവന്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന തുണി അവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. യേശുവിനെ കണ്ടില്ല. എന്തായിരിക്കും കാര്യം എന്ന് പറഞ്ഞ് 2 പേരും തർക്കിച്ചങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചേ, 3-മതൊരാൾ നിഴൽ പോലെ അവരെ പിന്തുടരുകയാണ്. എന്താ നിങ്ങൾ ഇത്ര കാര്യമായി പറയുന്നേ? പറ. തർക്കിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വിഷയം എന്താന്ന് പറ, പരിഹാരം ഉണ്ടാക്കി തരാം. 2 പേരും കൂടെ തിരിഞ്ഞെന്ന് പറയുക, യെരൂശലേമിൽ നിന്ന് വന്നു പാർക്കുന്നതിൽ നീ മാത്രമേ ഇതെന്ന് പറയുന്നില്ലയോ? ഞങ്ങളുടെ ഗുരുവും ഗുരുനാഥനും എന്ന് വെച്ച് ഞങ്ങൾ പിൻപറ്റിയ നസറേനായ യേശുവിനെ ശത്രുക്കൾക്കൊന്ന് ക്രൂശിച്ചു. പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യാത്രയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴി 2ആയി പിളരുന്ന ഒരു സ്ഥലത്തെത്തി. കൂടെ പാർക്കേണ്ടതിന് വേണ്ടി അന്ന് വൈകിട്ട് ഈ അപരിചിതനെ നിർബന്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവർ 3 പേരും കൂടെ സത്രത്തിലെത്തി. കൺമുൻപിൽ ഈ അപരിചിതനിരിക്കുമ്പോൾ ഇവർ ഒരുപക്ഷെ ഒരു അധ്യാപകനെ പോലെ ഇദ്ദേഹത്തിന്റെ മുൻപിൽ ഇരിക്കുകയാകാം. ഭക്ഷണപ്പൊതി കൈകളിൽ എടുക്കേണ്ട സമയം വന്നു. ഭക്ഷണപ്പൊതി അങ്ങോട്ട് കൈകളിലെടുത്ത് അവർ കണ്ണിമ വെട്ടി അത് കണ്ണടച്ച് അതിന് മുൻപിലിരിക്കുമ്പോൾ എന്റെ ചിന്ത ഞാൻ പറയാം, ആ കൈകൊണ്ട ഭക്ഷണപ്പൊതി കയ്യിലെടുത്ത് അപ്പം നുറുക്കുന്ന വേളയിൽ അവർ കണ്ണൊന്ന് വെട്ടിത്തുറന്ന് നോക്കി. അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് മനസ്സിലായി ഈ നിൽക്കുന്നത് സാധാരണക്കാരനല്ല. അവന്റെ മുറിവേറ്റ കരങ്ങൾ അവരുടെ കണ്ണുകൾക്ക് വെളിപ്പെട്ടു വന്നു കാണും. അപ്പോഴേക്കും അവർ അത്ഭുത പരതന്ത്രരായി. അവർ കണ്ണ് തുറന്നപ്പോഴേക്കും ആള് കാഴ്ചയ്ക്ക് മറഞ്ഞു.
സ്തോത്രം. അവർ പറയുന്നറിയാം, അയ്യോ, നമ്മുടെ വഴിയാത്രയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത് സാധാരണക്കാരനായിരുന്നില്ല, നമ്മുടെ കർത്താവായിരുന്നു. അവൻ നമ്മോട് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവപൈതലേ, ആരും അറിയാത്ത ഒരു കത്തൽ അകത്തെ ആളത്വത്തിൽ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഈ രാത്രി ഉറപ്പായി ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവിന്റെ വരവ് സംഭവിക്കും. സംഭവങ്ങൾ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. സ്തോത്രം. ഇത് സങ്കല്പമാണോ? ധന്യനായ പൗലോസ് ശ്ലീഹ ഈ വസ്തുത വിശദീകരിക്കുമ്പോൾ തനിങ്ങനെ പറയുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഇന്ന് വരെ അതിൽ ചിലർ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ പുനരുത്ഥാനവും പുനരാഗമനവും സങ്കല്പമല്ല. ഞാൻ നിങ്ങളെ കാണുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ എന്നെ കാണുന്നത് സത്യമാണെങ്കിൽ, ഇതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റത് നേരിട്ട് കണ്ട ഒരുപറ്റം ആളുകൾ ഇന്നും ഭൂമിയിൽ ജീവനോടിരിപ്പുണ്ട്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒലിവുമലയുടെ മുകൾ പരപ്പിൽ നിന്ന് എന്റെ യേശു എങ്ങനെ സ്വർഗാരോഹണം ചെയ്തോ അങ്ങനെ തന്നെ അവൻ മടങ്ങി വരുന്നത് കാണാൻ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ബാധ്യസ്ഥരാണെന്ന് മാത്രമല്ല, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണിന്ന് രാത്രി ഉയരട്ടെ. ഞാൻ ഓർക്കുകയാണ്, പൗലോസ് പറഞ്ഞ ആ പദം ഒന്നെടുത്താൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് നേരെ ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്കൊന്ന് പോവുകയാണ്. യാത്ര പറയാൻ തുടങ്ങുന്ന സമയം. എല്ലാവരും ഈ രാത്രി ശ്രദ്ധിച്ച് കേൾക്കണേ. ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് അടുക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണുന്ന പോലെ, നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, വാതക സഞ്ചയമായിട്ടല്ല, വായു വ്യൂഹമായിട്ടല്ല, അക്ഷരികമായി, സ്പർശനവേദ്യമായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കാൽ പിടിച്ച് നമസ്കരിക്കത്തക്ക സ്പർശനവേദ്യമായി, വായിൽ വെച്ച് വറുത്ത മീനും തേൻകട്ടയും ചവച്ചരച്ച് കഴിക്കത്തക്ക വിധത്തിൽ വായിൽ അമ്ലാംശവും ഉദരത്തിൽ ദഹനപ്രക്രിയയുമുള്ള ഒരാളത്വത്തിന്റെ ഭാവത്തോടെ അവരുടെ നടുവിൽ യേശു യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിക്കേ, എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടല്ലോ. ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് 500ഓളം പേർ, 1000ഓളം കണ്ണുകൾ അവർ ഒരുമിച്ച് ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് ചവിട്ടി 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 കയറി പോകുന്നു. മുകൾ പരപ്പിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കർത്താവ് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അവസാനമായി യേശുവിനെ അവർ കണ്ട, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ബോഡി ലാംഗ്വേജ് ആണെന്ന് ഓർമ്മയുണ്ടോ? കരമുയർത്തി അവരെ ആശീർവദിക്കയിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ യേശു കൈ കൂപ്പി പിടിച്ചോണ്ടല്ലേ പോയത്? യേശു കൈ താത്തിട്ടുകൊണ്ടുമല്ല പോയത്. യേശു കരമുയർത്തി ആശീർവദിച്ചപ്പോഴാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കളെന്ന് ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടേ. ഒലിവുമലയുടെ മുകൾ പരപ്പിൽ, ആ ഒലിവ് കൂട്ടങ്ങളുടെ ഇടയിൽ, ആ വിശാല സ്ഥലത്ത് യേശു നടുവിൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. മലയുടെ മുകളിൽ ഒരാൾ കരമുയർത്തിപ്പിടിച്ചു. ശിഷ്യന്മാരെല്ലാം കണ്ണുകൾ ഇമവെട്ടാതെ യേശുവിനെ തന്നെ നിർനിമേഷരായി നോക്കി നിൽക്കുന്ന സമയം യേശു കരമുയർത്തി അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കരമുയർത്തി ഒരാൾ മലയുടെ മുകളിൽ നിൽക്കുന്ന രംഗം എവിടെങ്കിലും ബൈബിളിൽ നിങ്ങൾക്ക് കണ്ടത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പർവ്വതത്തിന് മുകളിൽ മോശ കരമുയർത്തി നിൽക്കുമ്പോൾ പാളയത്തിൽ ജനത്തിന് നടുവിൽ യോശുവയുടെ വാളിന് നേതൃത്വത്തിൽ യുദ്ധവിജയം നടന്നുകൊണ്ടിരിക്കുകയാണ്. കരമുയർത്തിക്കൊണ്ട് പോകാൻ കാര്യമെന്നറിയാമോ? പാതാള ഗോപുരങ്ങൾക്കെതിരെ എന്റെ ജനങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ എന്റെ കരം ഉയർന്നിരിക്കും എന്ന ഉറപ്പോടെ എന്റെ നാഥന്റെ കരം അങ്ങ് ഉയർത്തിപ്പിടിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നത് ഈ ഹോളിനകത്താണെങ്കിലും എന്നോടൊപ്പം നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകണമേ. ആ കരം ഉയർത്തി അങ്ങോട്ട് നിൽക്കുന്ന അളവിൽ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന അതിശക്തമായ ദൈവശക്തിയുടെ വ്യാപാരത്താൽ അവരുടെ കൺമുൻപിൽ നിൽക്കുന്ന യേശു മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ആരാധിക്കുന്ന ദൈവമക്കളെന്ന് ആത്മകണ്ണുകൾ കൊണ്ട് കാണണം. ഞാനിന്ന് രാത്രി പറയുന്ന ഭാവനയല്ല കേട്ടോ. ഞാനിന്ന് രാത്രി സങ്കല്പം പറയുകയല്ല. ഞാനിന്ന് രാത്രി ഫലിത ബിന്ദു പറയുകയല്ല. ഞാനിന്ന് രാത്രിയിൽ ഹിസ്റ്ററിക്കകത്തെ ഒരു കഥ എടുത്തുദ്ധരിക്കുകയല്ല. കേവലം കഥയല്ലത്, യാഥാർത്ഥ്യം. ആ കരം ഉയർത്തി അങ്ങോട്ട് ആശീർവദിക്കുന്ന അളവിൽ യേശു അവരുടെ കൺമുൻപിൽ നിന്ന് ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഉയരാൻ തുടങ്ങി. സ്തോത്രം. 500ഓളം ആളുകൾ ഇമവെട്ടാതെ ആ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി.
അവർ വീണ്ടും മുകളിലേക്ക് ഉയർന്നു. വീണ്ടും കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. വീണ്ടും കണ്ണുകൾ മുകളിലേക്ക്, മുകളിലേക്ക്, മുകളിലേക്ക്. യേശു മുകളിലേക്ക്, 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 മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ അവർ മുഴുവൻ കണ്ണുകൾ ഇമവെട്ടാതെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രംഗം നിങ്ങൾ കണ്ടോ? ഞാനൊരു വസ്തുത ഇന്ന് രാത്രി ഗൗരവമായി പറയുന്നു. ദൈവസഭയുടെ ഒന്നാമത്തെ യൂണിറ്റ് നോക്കി നിന്നത് മണ്ണിലേക്കല്ല, വിണ്ണിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് നോക്കി നിൽക്കേണ്ടതും മണ്ണിലേക്കല്ല, വിണ്ണിലേക്ക് തന്നെ ആയിരിക്കട്ടെ. പ്രകൃതിയുടെ താളക്രമങ്ങൾ അടിമുടി തകരുമ്പോൾ, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുമ്പോൾ, മതത്തിന്റെ പേരിൽ മനുഷ്യൻ തല്ലി തലതല്ലി കീറുമ്പോൾ, രക്തപ്പുഴ ഒഴുകുമ്പോൾ, മധ്യപൂർവ്വ പ്രദേശം ചോരയിൽ കുതിരുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ കനികൾ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മണ്ണിലേക്ക് നോക്കേണ്ടവരല്ല, അവർ വിണ്ണിലേക്ക് തന്നെ നോക്കേണ്ടവരാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി അകം കത്തുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ നാഥന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മീതെ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ മുകളിലേക്ക് തന്നെ ഉയർന്നിരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ, സ്തോത്രം, ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ മടങ്ങി വരും. സ്തോത്രം പറയാൻ എത്ര നാവുകൾ ചലിക്കും? അവൻ ആകാശത്തൂടെ പോയി ആകാശത്തൂടെ മടങ്ങി വരും. അവൻ മേഘങ്ങളെ വാഹനമാക്കി പോയി മേഘവാഹനത്തിൽ മടങ്ങി വരും. അവൻ ദൂത സാന്നിധ്യത്തിൽ പോയി അവൻ ദൂത സാന്നിധ്യത്തിൽ മടങ്ങി വരും. അവൻ ഒലിവ് മലയിൽ നിന്ന് പോയി അവൻ ഒലിവ് മലയിലേക്ക് മടങ്ങി വരും. അവൻ പിതാവിന്റെ മഹിമയിലേക്ക് പോയി അവൻ പിതാവിന്റെ മഹിമയിൽ നിന്ന് മടങ്ങി വരും. കൃപയാൽ ദൈവസഭയുടെ ഒന്നാമത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ പോയി. ദൈവസഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി അകം കത്തുന്ന ദൈവമൈതലെ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എന്റെ നാഥന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇതുകൊണ്ടൊന്നും കഥ ഇവിടെ അവസാനിക്കില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ കാണുക. നിങ്ങൾ രാത്രി പറയട്ടെ, എന്റെ ദൈവം ചില ദൂതന്മാരെ ഈ പ്രകൃതിയിലാക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? വരാൻ തുടങ്ങുന്ന പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിക്കാൻ. പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിക്കാനുള്ള ദൈവത്തിന്റെ ദൂതന്മാർ കാവൽ മാലാഖമാരായി ഇവിടോട്ട് ഉള്ളത് കൊണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പാർക്കുന്ന ഇടങ്ങളെ പാലിക്കാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ പ്രകൃതിക്കുണ്ട്. എന്നാൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർത്തുകൊണ്ട് അത് കാണാൻ കണ്ണുകൾ തുറക്കുന്ന ദൈവമക്കളുടെ മുതൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഉള്ള സ്ഥലങ്ങളെ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പോകുന്ന സമയം വരെ പാലിക്കാൻ കഴിവുള്ള അദൃശ്യ ദൂതന്മാർ ഇതിനെ പുറകിൽ നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. എഴുതിയിരിക്കുന്നത്, 4 കാറ്റും ആകാശത്ത് പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ സൈക്ലോണിനെ നിയന്ത്രിക്കാൻ ദൈവം കാലാവസ്ഥയുടെ മേൽ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. വെളിപ്പാട് 16 എഴുതിയിരിക്കുന്നത്, ജലാധിപതിയായ ദൂതൻ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ സുനാമിയെ നിയന്ത്രിക്കാൻ ദൈവം വൻകടലിൽ ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തില്ലെന്നേ ഉള്ളൂ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്ന ചില ദുഷ്ടപദ്ധതികൾ പുറകിലുണ്ടെങ്കിലും നീ കാണാത്ത ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കാവലിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവവേദനെ ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിരുന്ന് കാണട്ടെ. ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ആത്മകണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഗ്ലോറി, ഹല്ലേലൂയ. ഹബ്ദൽ ഘടകര അധികനയാരകൽ ഘടക രൗദര അധികനയാരകനക. ഒരിക്കൽ 2ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഒരമ്മ ഗാഠമായി ഉറങ്ങുകയാണ്. ഗാഠ ഉറക്കത്തിനിടയിൽ ആരോ വന്ന് അടുത്ത് തട്ടുന്നത് പോലെ. ആളാണെന്ന് വിചാരിച്ച അമ്മ കണ്ണു തുറന്നു. പക്ഷേ തട്ടുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടു. എഴുന്നേറ്റിരുന്ന് മകന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. മകൻ നേവിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്യുക. സ്തോത്രം. ഞാനൊരു ദൂത് ഇന്ന് രാത്രി പറയട്ടെ, അഭിഷിക്തന്മാരെ, കൃപ ലഭിച്ച ദൈവമക്കളെ, ചില അനർത്ഥങ്ങൾ വരുന്നതിന് മുൻപ് നിന്റെ ഉറക്കം തടുത്ത് ആത്മനിയോഗത്തോടെ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് വിഷയത്തെ ബന്ധിച്ച് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിന്റെ മേൽ സ്വർഗം പകരും. നീ ഇന്ന് രാത്രി അറിയാത്തൊരു ആത്മലോകം ഇതിന്റെ പുറകിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ രാത്രി ആത്മനിയോഗത്തോടെ തിരിച്ചറിയുന്നു. എന്തിന്? ഈ അമ്മച്ചി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത ശാന്തത തോന്നി. എഴുന്നേറ്റ് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിലെ അന്നത്തെ ദിവസത്തെ ഒരു വൃത്തം വരച്ചിട്ട് ടൈം 2 മണി കഴിഞ്ഞുള്ള സമയം കൂടെ എഴുതിയിട്ടതിന് ശേഷം കിടന്നുറങ്ങി. രാവിലെ സമയം റേഡിയോ വെച്ചപ്പോൾ വാർത്ത ഹൃദയഭേദകം. അമ്മച്ചിയുടെ മകൻ ഓപ്പറേറ്റ് ചെയ്ത ഒരു ഫ്ലൈറ്റ് ക്രാഷായി. യാത്രക്കാരും യുദ്ധത്തിലുള്ള ആളുകളും താനും ഉൾപ്പെടെ മരിച്ചു. ചിതറിപ്പോയി ആ ബോഡി. കരഞ്ഞുത്തിരി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത. ആ മകൻ മരിച്ചില്ല. ഫ്ലൈറ്റ് ക്രാഷായ സമയത്ത് അവൻ പാരച്യൂട്ടിൽ ചാടി ശത്രുവിന്റെ രാജ്യത്തിന്റെ കൈകളിൽ പെടാതെ സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് വീണു. ഇന്ന സമയത്ത് അവൻ എയർപോർട്ടിൽ വരും. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം വിഷയത്തിന് വേണ്ടി ചലിക്കും. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടി നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ നിന്റെ കണ്ണടയാൻ ദൈവം അനുവദിക്കൂ. ഗ്ലോറി, ഹല്ലേലൂയ. നീ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയാം. ഈ അമ്മച്ചി എയർപോർട്ടിൽ ചെന്ന് രാജ്യത്തിന്റെ അംഗീകാരത്തോടുകൂടെ ആളുകളെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഈ മകനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മച്ചിയുടെ ബെഡ്റൂമിൽ കയറിയ മകൻ ചോദിച്ചു, അമ്മേ, ആ കലണ്ടറിൽ ആ രാത്രി 2 മണി കഴിഞ്ഞുള്ള സമയം റൗണ്ട് ചെയ്തിട്ടിരിക്കുന്ന കാര്യം എന്നാ? ഇപ്പൊ പറഞ്ഞു, മോനെ, നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് ആരോ എന്നെ തട്ടി ഉണർത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നി. സ്തോത്രം. അമ്മേ, അത് ദൈവത്തിന്റെ ദൂതനായിരുന്നു. എന്നിട്ട് ആ മകൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ, ഞാൻ ഈ 2 മണി അടുത്തപ്പോഴാണ് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ആ ഇരുട്ടിൽ പാരച്ചൂട്ടിൽ താഴേക്ക് ഇറങ്ങി വന്നത്. രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസ, നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും ഞാൻ ഈ ദൂതിന് നടുവിൽ വിളിച്ചു പറയുന്നു, നീ കാണാത്ത അദൃശ്യ ദൂതന്മാർ ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്, നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇങ്ങനാണെങ്കിൽ ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണേ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളുടെ ചോരയ്ക്ക് കണക്ക് ചോദിക്കുന്ന ഒരു സ്ഥലവും ന്യായവിധിയിൽ നിന്ന് ഒഴിയുകയില്ല. അതിന്റെ പുറകിൽ ദൈവകരം ചലിച്ചിരിക്കും. ലോക ചരിത്രത്തിലെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായത് മധ്യപൂർവ്വ പ്രദേശമാണെങ്കിൽ മനുഷ്യകുലത്തിന്റെ അധോഗതിയുടെ ചുടലക്കളം തോണ്ടാൻ തുടങ്ങുന്നതും മധ്യപൂർവ്വ പ്രദേശം തന്നെയായിരിക്കും. അവിടെ വീഴുന്ന ക്രൈസ്തവന്റെ ഓരോ തുള്ളിച്ചോരയ്ക്കും എന്റെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഉയർന്നിരിക്കും. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, അതിന്റെ പുറകിൽ ദൈവകരം ഉയർന്നിരിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രകൃതി ശക്തികളുടെ പുറകിൽ ദൈവം ദൂതന്മാരെ ആക്കിയിരിക്കുന്നത് തെളിയിപ്പാൻ സമയമില്ലെങ്കിൽ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂ ഓർലിയൻസ് പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള സ്ഥലമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, പാസ്റ്ററെ, ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പോയി. പക്ഷേ ആ സമയം വലിയൊരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. ഗേ ലെസ്ബിയൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി അടുത്ത ദിവസം കടൽ തീരത്ത് നടത്താനിരുന്നൊരു പ്രോഗ്രാം. സ്തോത്രം. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പോലും സ്ഥലം ഒരു ഹോട്ടൽ കിട്ടിയില്ല. പൂർണ്ണ നഗ്നരായ പെൺകുട്ടികൾ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ തലയിൽ തൂവൽ വെച്ച് നൃത്തം ചെയ്യുന്ന ആഭാസ മ്ലേച്ഛത അരങ്ങ് തകർക്കുമ്പോ അടുത്ത ദിവസം പട്ടണ മേയർ ഒരു സ്വതോമ്യനാണ്. അയാൾ അവിടുത്തെ കടൽ തീരത്തൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നു. അന്ന് രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റ് ആ മണ്ണിനെ അടിച്ചു തകർത്ത് അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങൾ സ്രാവുകൾ കൂണാക്കിയെങ്കിൽ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരമെന്ന ലൂസിയാന എവിടെ? അക്യൂഡോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് തുടക്കം കുറിച്ച ഹെയ്ത്തി എവിടെ?
ഗ്രഹാം സ്റ്റെയിൽസിനെ ചുട്ടുകൊന്ന ആ വാരിപ്പിടിച്ച് കുഞ്ഞുങ്ങളുമായി ഇറങ്ങാൻ നേരത്ത് വണ്ടിക്കകത്തോട്ട് തള്ളിയിട്ടിട്ട് കത്തിച്ച് ചാമ്പലാക്കി ഒരുപിടി കരിക്കട്ടകളാക്കി മാറ്റിയ ആ മണ്ണിനോട് എൻ്റെ ദൈവത്തിന്റെ കരം കണക്ക് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ചരിത്രം കണ്ടതിൽ ഏറ്റവും വലിയ ആൾനാശം വരുത്തിക്കൊണ്ട് സുനാമി ദുരന്തം വിതച്ചപ്പോൾ ഇന്തോനേഷ്യയിൽ സംഭവിച്ചതെന്ത്? ക്രൈസ്തവരുടെ കഴുത്ത് വെട്ടി 2 കൈകളിലും പിടിച്ച് മോപ്പിഡ് ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്ന് നൃത്തം ചവിട്ടിയ മണ്ണ് എൻ്റെ ദൈവത്തിന്റെ കരം വെറുതെ വിട്ടോ? ഒരു ഡിസംബർ 25 മുൻപ് ഒരൊറ്റ ക്രൈസ്തവനെ ഈ പ്രതലത്തിൽ കാണരുത്, നിങ്ങളുടെ ദേവന്റെ ജന്മദിവസമാണ് നാളെ എന്ന് പറഞ്ഞ് മലമുകളിൽ ഓടിച്ച് കയറ്റിയപ്പോൾ അടുത്ത ദിവസം ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും തമ്മിൽ ഭൂഗർഭത്തിലൊന്ന് ഇന്റർലോക്ക് ആയപ്പോൾ അവിടെ ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ക്രൈസ്തവരുടെ കഴുത്ത് വെട്ടി നൃത്തം ചെയ്ത സ്ഥലം ഇന്ന് സമുദ്രത്തിനടിയിലല്ലേ? എന്റെ ദൈവത്തിന്റെ കരം ഇന്നലകളിൽ വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ ക്രൈസ്തവരുടെ ചോര വീഴുന്ന സ്ഥലത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ കണക്ക് തൊട്ട് പുറകിൽ വരുന്നുണ്ട്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ രാത്രി നിങ്ങൾ ഈ ബൈബിളിന്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു കൊടിയ ഭൂകമ്പം മനുഷ്യ സമുദായത്തെ മൂടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. വിശുദ്ധ ബൈബിൾ അത് അടിവരയിട്ട് പറയുന്നു. അതിന്റെ വലിപ്പം വരെ വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഭൂമിയുടെ ഉൾക്കാമ്പായിരിക്കുന്ന ഇന്നർ കോർ തിളച്ചു തുള്ളുന്ന ലോഹദ്രാവകമാണ്. അതിന്റെ 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ നിലകൊള്ളുന്നു. ആ ടെക്ടോണിക് പ്ലേറ്റുകൾ പൊട്ടി ശിഥിലങ്ങളാണ്. ഇതിന് മീതെയാണ് ഭൂഖണ്ഡങ്ങൾ നിരന്നു നിൽക്കുന്നത്. എന്നാൽ ചരിത്രത്തിൽ ഇതപര്യന്തം സംഭവിച്ചിട്ടില്ലാത്ത, ഒരു ഓടിപ്പോക്കിന് പോലും കഴിയാത്ത, വിശദീകരിക്കുന്നില്ല എന്തിന്, മുല്ലപ്പെരിയാർ ഡാമിന്റെ പരിസരങ്ങളിലെ ഭൂകമ്പം 5 ജില്ലകളെ തകർത്തുകൊണ്ട് ഒരു ഓടിപ്പോക്കിന് കഴിയാൻ 47 ലക്ഷം ആളുകൾ ലോകത്തോട് വിട പറയുകയും കൊച്ചി എയർപോർട്ടിൽ 10 അടി കനത്തിൽ ചെളി നിറയുകയും ചെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടക്കണമെങ്കിൽ ഒരു സംഭവം ഇവിടെ നടക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുക പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണ് വിടണം. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾക്കറിയാമോ, സാറ്റലൈറ്റ് വിശദീകരണങ്ങളിൽ ദൈവത്തിന് സ്തോത്രം വിശദീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്, സാറ്റലൈറ്റുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഇന്ത്യയിൽ ഒരു കൊടിയ ഭൂകമ്പം വരുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: മിന്നലും നാദവും ഇടിമുഴക്കവും ഉണ്ടായി. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമുണ്ടായി. മഹാനഗരം 3 അംശമായി പൊട്ടിപ്പിളർന്നു. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. ഇത് സങ്കല്പമല്ല കൂടപ്പിറപ്പേ, ഇത് യാഥാർത്ഥ്യമാ. ഇന്ന് അമ്മൂമ്മ കഥ വിളിച്ചു പറയുകയല്ല. ഒറ്റ ഭൂകമ്പത്തിൽ ലോകത്തിലെ 5 വൻകരകളും ചിതറി വീഴുന്ന കൂട്ട മനുഷ്യ സംഹാരമുണ്ടാകുമെന്ന് എന്റെ കയ്യിലെ ബൈബിൾ വിളിച്ചു പറഞ്ഞെങ്കിൽ അത് നിവർത്തിയാകാൻ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഞാൻ ഒരു സ്ഥിതിവിവരക്കണക്ക് നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ സ്ഥിതിവിവരക്കണക്ക് വായിച്ചു കേൾക്കുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം എവിടേക്ക് വരുന്നറിയാം. 90 ജൂൺ 20 ഇറാനിൽ ഭൂകമ്പം, 40,000 മരണം. 90-ന് ശേഷം ഭൂകമ്പത്തിന്റെ തീവ്രത കൂടുന്നത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 93 സെപ്റ്റംബർ 30 ലത്തൂറിൽ ഇന്ത്യയിൽ മരണം 10,000. 99 ഓഗസ്റ്റ് 1 തുർക്കിയിൽ മരണം 11,000. 2001 ജനുവരി 26 ഗുജറാത്തിൽ മരണം 20,000. 2003 ഡിസംബർ 26 ഇറാനിൽ മരണം 31,000. 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുമാത്ര ഭൂകമ്പം, സുനാമി, 2,30,210 മരണം. 2005 ഒക്ടോബർ 8 പാകിസ്ഥാനിൽ മരണം 80,000. 2008 മെയ് 12 ചൈനയിൽ മരണം 90,000. 2010 ജനുവരി 12 ഹെയ്ത്തിയിൽ മരണം 3,16,000. നിങ്ങൾ അറിയണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇന്ത്യ നടുക്കത്തോടെ അത് കേൾക്കുന്നു. എന്താ? ഇന്ത്യയുടെ ബോർഡറിൽ ടിബറ്റൻ മേഖലയിൽ അതിഭയങ്കരമായ ഭൂകമ്പം. മനുഷ്യ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൊടിയ കൂട്ടക്കുരുതിയുടെ ദിനങ്ങൾ. എന്നാൽ പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു:
അത് സംഭവിക്കുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണ് വിടേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരവടുക്കൽ വാതുക്കൽ തന്നെ. കുഞ്ഞാടിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ പ്രകൃതിയിൽ നിന്ന് പോകാതെ, ഈ പ്രകൃതിയെ തൊടാൻ അനുവദിക്കാത്ത ഒരു കരം, എൻ്റെ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണൊന്ന് ഉയർത്തി കാണണം. അധിക നാൾ മുൻപോട്ട് പോകേണ്ടി വരികയില്ല. എത്ര നാവുകൾ ചലിക്കും ഈ രാത്രിയിൽ. നിങ്ങൾക്കറിയാമോ, വരാൻ തുടങ്ങുന്ന സംഭവ പരമ്പരകളിലെ ഏറ്റവും ഭീകര സംഭവമാണ് വെളിപ്പാട് പുസ്തകം 6:1 മുതൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. 4-ാം വാക്യം, മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധം ഇവിടെ നിന്ന് സമാധാനം മാറും. എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, എന്താണ് അന്യോന്യം കൊല ചെയ്യത്തക്ക വിധത്തിൽ ഭൂമിയിൽ നിന്ന് സമാധാനം മാറുന്ന കാലമായിരിക്കും അന്ത്യകാലം. നിങ്ങൾക്കറിയുമോ, ISI തീവ്രവാദികൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത ഞാൻ വായിച്ചു. ഒരമ്മയ്ക്ക് മോനെ കിട്ടിയില്ല, മോനെ പിടിച്ചുകൊണ്ടവർ പോയി. ആ ISIയുടെ താവളം തേടി ഈ അമ്മച്ചി ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മോനെ വേണം. സ്വീകരിച്ച് ആനയിച്ച് അമ്മച്ചി അകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഉച്ച സമയമായിരുന്നത് കൊണ്ട് ഭക്ഷണം വിളമ്പി. നല്ല രുചിയുള്ള ഇറച്ചി, ഇവിടെ നല്ല ഒന്നാന്തര സൂപ്പ് കൊടുത്താണ് അമ്മച്ചി ആദ്യം ഇരുത്തിയത്. പിന്നെ ഇറച്ചി കറി, ഇറച്ചി വറുത്തത് ആ നിലയിൽ വിളമ്പി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു, ഞാൻ ഇതിനല്ല വന്നത്, എനിക്ക് മോനെ വേണം. അപ്പോൾ ഒരു തീവ്രവാദി ഇറങ്ങി വന്ന് അമ്മച്ചിയെ കയ്യെ പിടിച്ച് വലിച്ച് അടുക്കളയുടെ വാതിലൊന്ന് തുറന്ന് കാണിച്ചു. അമ്മച്ചി മലർന്നു പോയി, വീണുപോയി. കാരണം സ്വന്തം കുഞ്ഞിന്റെ ശരീരം വെട്ടി നുറുക്കി പാചകം ചെയ്താണ് വിളമ്പിയത്. കഴിച്ച സൂപ്പും കഴിച്ച ഇറച്ചിയും മകന്റെ ഇറച്ചിയായിരുന്നു. ഓ, മനുഷ്യ കുലം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൊടിയ ദുഷ്ടത, മനസാക്ഷി മരവിക്കുന്ന കൊടും ക്രൂരത. ബൈബിൾ എഴുതിയ വാക്ക് നിങ്ങൾ ഓർക്കണം. മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധം ഇവിടെ നിന്ന് സമാധാനം മാറും. മാത്രമോ, അടുത്ത സ്റ്റെപ്പ്, സാമ്പത്തിക മേഖല തകരും. എങ്ങനെ തകരും? മനുഷ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എഴുതിയിരിക്കുന്ന വാചകം, മൃഗത്തിന്റെ മുദ്രയായ സംഖ്യയുള്ളവനല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. മൃഗത്തിന്റെ പേരോ പേരിന്റെ മുദ്രയായ സംഖ്യ ഉള്ളവനല്ലാതെ, മുദ്ര എംബ്ലം, അതിന്റെ സംഖ്യ, എംബ്ലത്തിനകത്തൊരു സംഖ്യ, അത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഗണിച്ചെടുക്കാനേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അത് ഒരു എംബ്ലമാണ്. ആ എംബ്ലത്തിന്റെ പുറകിൽ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ നേരിട്ട് വായിക്കാൻ പറ്റില്ല, അത് ഗണിച്ചെടുക്കാനേ പറ്റൂ. നിങ്ങൾക്കറിയുമോ, ബാർകോഡുകളുടെ പുറകിൽ സംഖ്യയുണ്ടെന്നും ആ സംഖ്യ ഗണിച്ചെടുക്കാനേ പറ്റൂ എന്നും. ഇതാ കമ്പ്യൂട്ടർ വൽകൃതമായി ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങുന്നത് യോഹന്നാൻ കണ്ട കാലത്തിന്റെ മുന്നറിയിപ്പാണെങ്കിൽ, അത് സെറ്റ് ചെയ്യത്തക്ക വിധം രാജ്യങ്ങൾ പ്രൊട്ടക്ഷന്റെ ഭാഗമായി ചിലത് തീരുമാനിച്ച് അത് പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ, തെളിവുകൾ ഞാൻ നിരത്താമായിരുന്നു, നിർത്തട്ടെ. ഈ തലമുറയിൽ കർത്താവ് വരും. ഈ തലമുറയിൽ കർത്താവ് വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഒരധരം പൂട്ടിയിരിക്കുന്ന രാത്രിയാകരുത്. എല്ലാ കണ്ണുകളും കർത്താവിലേക്ക് ഉയരുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ വരവിനായി ഒന്ന് ഒരുങ്ങുന്ന രാത്രിയാകട്ടെ. കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടൊന്ന് ചലിക്കട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ജാഗരിക്കുന്ന രാത്രിയാകട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രിയുടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ നാഥന്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുകയാണ്. അന്ധകാര ശക്തികൾ ചില വ്യക്തികളുടെ ജീവിതത്തെ ബന്ധിച്ച് അവരുടെ കണ്ണുകളുടെ ദർശനത്തെ ഇല്ലാതാക്കി നിത്യ നരകത്തിലേക്ക് ഈ രാത്രി വലിച്ചിഴയ്ക്കുകയാണ്. പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഈ പുൾപിറ്റിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കണ്ണുകളെ സാത്താൻ ബന്ധിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കത്തക്ക വിധം ചില കണ്ണുകൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കണ്ണുകൾ തുറന്നു വരുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ചില ശരീരങ്ങളിലേക്ക് രാത്രി ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹംദൽ ഘടകര അധികജകൾ ഘടകര ഉദരാധികന യാരഗാനക. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഗ്ലോറി, ഹല്ലേലൂയ. മധ്യപൂർവ്വ പ്രദേശത്തിന്റെ മാറ്റങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. നാഥന്റെ വരവടുക്കൽ വാതുക്കൽ തന്നെ. പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിന്റെ കരം ഉയരാൻ തുടങ്ങുന്നു. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ആത്മാവിന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. മാരക രോഗങ്ങൾ ആളി പടരുകയാണ്. ക്യാൻസർ ആധിപത്യം പുലർത്തുകയാണ്. ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ 1-ാം നമ്പർ കുലയാളിയായി മാറിക്കഴിഞ്ഞു. എന്റെ നാഥന്റെ വരവടുക്കൽ വാതുക്കൽ തന്നെ. ഇന്ന് രാത്രി പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. സ്തോത്രം. ആ 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. രാത്രി ഒരു വാ പോലും അടഞ്ഞിരിക്കരുത്. ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആ 2 കരങ്ങളും ദൈവസ്ഥലത്ത് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് തട്ടി ഉണർത്തുന്ന രാത്രിയാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയൊരു ശാസ്ത്രജ്ഞന്റെ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. വൈറസ് ആക്രമണത്താലോ ഉൽക്കാപതനത്താലോ അടുത്ത ഇത്ര വർഷത്തിനുള്ളിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യ സമുദായം അസ്തമിക്കും. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകിയ ഓരോ സംഭവങ്ങളും അതിന്റെ ആഴങ്ങളിൽ നടക്കുകയാണ്. ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വാ തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തെറ്റുകുറ്റങ്ങളുടെ കൂടെയുള്ള ആക്രമണം നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി, നിന്നെ കൊണ്ട് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു ദിവസം നിന്നെ പരസ്യകോലമാക്കത്തക്ക വിധം നിന്റെ കണ്ണുകളെ ബന്ധിച്ചിരിക്കുന്ന പാതാള ശക്തികളെ ഈ രാത്രി കണ്ടുണർന്നിട്ട് യേശുവിന്റെ രക്തത്തിന്റെ കഴുകൽ ഏറ്റുവാങ്ങുന്ന രാത്രിയാകണം. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവിന്റെ കരം ചില വ്യക്തികളെ ഈ രാത്രിയുടെ തൊടാൻ തുടങ്ങുകയാണ്. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കിവാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം അവിടെ വ്യാപരിച്ച പുനരുത്ഥാനത്തിന്റെ വ്യാപാര ശക്തി കൊട്ടാരക്കരയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ രാത്രി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്ലോറി, ഹല്ലേലൂയ. രാത്രി കർത്താവിന്റെ സന്നിധിയിൽ വാ തുറന്ന് പ്രാർത്ഥിക്കുക, വാ തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കൈവിടപ്പെടരുതേ കർത്താവേ, ഞാൻ കൈവിടപ്പെടരുതേ കർത്താവേ. ഹംദൽ ഘടകന അധികജകൾ ഘടകന ഉദരാധികന യാരഗാനക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ.